ഡ്യുവറ്റ് റൗണ്ട് ആണ്. എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുന്ന റൗണ്ട്. അതെ, അപ്പോ ഈ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ നമുക്ക് സ്വാഗതം ചെയ്യാം അർഷിത. എന്തോ പിറുപിടുത്ത് വരുന്നായിരുന്നല്ലോ. പാട്ട് പറഞ്ഞു നോക്കണതാണോ അതോ ഇല്ല? പാട്ടാ പാടുന്നത്? അതാണ് അതിന്റെ ഒരു അതാണോ ആലോചിച്ചോണ്ടിരുന്നത്? ഏതായിരുന്നു? ശരപ്പൊളി മാല ചാർത്തി. ശരപ്പൊളി മാല ചാർത്തി. നല്ല പാട്ടല്ലേ? അതെ, പക്ഷെ ബുദ്ധിമുട്ടുണ്ട് ഇച്ചിരി. അതെ അതെ അതെ. അപ്പൊ കൂടെ പാടാൻ വരുന്നതാരാ? പറയണ്ട, ആളെ വിളിച്ചോളൂ. എന്റെ കൂടെ പാടാനുള്ള ആളൊന്ന് വരുമോ? വീണ്ടും എത്തി നമ്മുടെ ശ്രീലക്ഷ്മി. ഓ, അപ്പൊ ഹെൽപ്പ് ചെയ്യാൻ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ നന്നായി പാടാം കേട്ടോ. അപ്പൊ ശ്രീലക്ഷ്മി എങ്ങനെയുണ്ട്? എന്തൊക്കെയുണ്ട് വിശേഷം? ശ്രീലക്ഷ്മി കഴിഞ്ഞ എപ്പിസോഡിൽ മാനം തെളിഞ്ഞേ നിന്നാലായിരുന്നു. മാനം വളരെയധികം തെളിഞ്ഞ സമയത്ത് ഒരു ഗാഗ്ര ചോളി ഇട്ട് വന്നിട്ട് ഡാൻസ് ചെയ്തിട്ട്. എന്നാ ഇനി കേട്ടോളൂ. ബാ, ഇവിടെ ഒന്ന് ഇരിക്കൂ. പാട്ട് കേൾക്കൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരപ്പൊളി മാല ചാർത്തി ശരദിന്ദു ദീപം നീട്ടി കുറിഞ്ഞികൾ പൂത്തരാവിൽ ഏതോ രാഗം നിന്നെ തേടുന്നു. ശരപ്പൊളി മാല ചാർത്തി. മധുമാസം അകലെ പൂമണമോ കാറ്റിനു വെറുതെ സ്വരമുണരാതെ ഒരു ഗാനം അരികെ കൈവളയുടെ കളിച്ചിരി വെറുതെ ദാഹജലം തേടി വരും ഗാനഗംഗകളിൽ ശരപ്പൊളി മാല ചാർത്തി. ഉയരേനു പോലും ശ്രുതിയാമിൻ അഴകേ നീനിയൊരു താളം പകരൂ. ചിറകിനു താഴെ
ശരപുളിമാല ചാർത്തി രിഗ സരി നിസ പനി സരി മ പനി രിഗ സനി സരി സ സനി പ മ പ മനി പ സനി രി സ സരി മ രി സനി സനി പനി സനി പരി മ പ സനി പാനി മാ പരി പാസനി രി സ സരി സരി സ നി സരി സരി പാനി പഴ സരി പ സരി മ പനി സരി രി മ രി സരി സ സരി സ നി സനി നി സനി നി പനി സരി മ ശാബാഷ്. Good, 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 good. അർഷിത, എന്തോ ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി ആരെയും നോക്കിക്കുന്നത് അവരെയാണോ ഫ്രണ്ട്സിനെയാണോ? എന്താ പാടിയെന്നോ? എന്താ പാടിയത് അങ്ങനെയായിരുന്നല്ലേ? ഓക്കെ, എന്തായിരുന്നു? അങ്ങനെ ഔസേപ്പച്ചൻ സർ എങ്ങനെയുണ്ടായിരുന്നു? ആദ്യത്തെ ഹമ്മിങ് അത് എന്താ പറയാ, ഒരു ശ്രുതിയിൽ ആരംഭിച്ചിട്ട് പിന്നെ അത് വേറെ അയൽപക്കത്തേക്ക് കയറിപ്പോയി അവസാനം വേറൊരു ലാൻഡിങ് നടത്തി നിന്നു. ശ്രുതി വല്ലാതെ മിസ് ചെയ്ത് പോയിരുന്നു. കാരണം അവിടെ ശ്രുതി അവരിട്ട് തരുന്നുണ്ടായിരുന്നു, നല്ല ശ്രുതി. അതെന്താ, അത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണോ അതോ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല? ചെറിയ പേടി. അത് ആദ്യം വന്ന് പാട്ട് ഏതാന്ന് പറഞ്ഞപ്പോ തന്നെ അതാണ് എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞു തുടങ്ങിയത്. ശരി ശരി. അതിന്റെ പ്രശ്നങ്ങള് പിന്നെ ത്രൂ ഔട്ട്. അർഷിതയ്ക്ക് എനിക്ക് ഈ പാട്ടെന്തോ മുഴുവനും യുവർ വോക്കൽ ആ ഒരു ഇതിന് മാച്ചാവാത്ത പോലെ തോന്നി എനിക്ക്. അത് കാരണം ഒരുപാട് സ്ഥലത്ത് യു ആർ സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ദ സോങ്. പാട്ട് പാടി എത്തിക്കുക, അതിലത്തെ സംഗതികളെല്ലാം പാടി എത്തിക്കുന്ന ഒരു ഫീലിലാണ് വരുന്നത്. അത് വളരെ, ഇത് ഏത് ഉറക്കത്തിലും വിളിച്ചു കഴിഞ്ഞാൽ പുഷ്പം പോലെ പാടുന്ന പോലെ ആയാലാണ് ഇവിടെ ഒന്ന് പാടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവർ പാടി കേൾപ്പിക്കാൻ പാടുള്ളൂ. ഇത് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സ്റ്റൈലിൽ നമ്മളിങ്ങനെ പഠിച്ചു നോക്കുന്നു, പാടി നോക്കുന്നു, അവിടെ എത്തിയില്ല, കുഴപ്പമില്ല, വീണ്ടും പാടാലോ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അത് വീണ്ടും പാടാലോ എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. യു ആർ ഗിവിങ് ദ ഫൈനൽ ഔട്ട്പുട്ടാണ് കൊടുക്കുന്നത്. ശ്രീലക്ഷ്മിയുടെ സൗണ്ടിനൊരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. യുവർ വോയിസ് ഓൾവേസ് എനിക്ക് ഇഷ്ടമാണ്, നാച്ചുറൽ സൗണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ സപ്പോർട്ട് ചെയ്തൊക്കെ തന്നെ പാടുന്നത്. പക്ഷേ എങ്കിലും ദർ വാസ് എ പിച്ചിങ്ങിൻ്റെ പ്രോബ്ലം ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു ഈ പാട്ടിൽ. അതാണ് മെയിനായിട്ട്. പിന്നെ ഒരു സ്ഥലത്ത് അത് നല്ല രസമായിട്ട് നല്ല എന്റെ മറന്നുപോയതാണ്. നിറം അർത്ഥമുണ്ട്, വേണമെങ്കിൽ കണ്ടുപിടിച്ചോളാം. നിറമുകിലി അത് സാരമില്ല കേട്ടോ, അതിനൊന്നും ഞങ്ങൾക്ക് ഇനി ഐ ഡോണ്ട് ബോദർ ദാറ്റ്. എനിക്ക് ടോട്ടലി നിങ്ങൾ ഭയങ്കര സ്ട്രെയിൻഫുൾ ആയിട്ട് നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റാത്തൊരു പാട്ട് നിങ്ങൾ പാടി അവസാനിപ്പിച്ച പോലെ എനിക്ക് തോന്നിയത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴതൊക്കെ പറയണം, ഒരു പ്രാവശ്യം കൂടി നന്നായിട്ട് പഠിച്ച് പാടി കേൾക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ചേച്ചി. ഹർഷിത, ശ്രീലക്ഷ്മി, നിങ്ങൾ എടുത്തിരിക്കുന്ന പാട്ട് ഉഗ്രൻ പാട്ടാണ്, ഡിഫിക്കൽട്ടാണ്. പാടിയിരിക്കുന്ന ആൾക്കാർക്ക്, ഒറിജിനൽ പാടിയിരിക്കുന്ന ആൾക്കാർക്ക് അവരിത് പുട്ടുപോലെ പാടുന്ന കാര്യമാണ്. എനിക്ക് എന്താ തോന്നിയത്, സാറ് പറഞ്ഞ അഭിപ്രായം കറക്റ്റാണ്. ഹർഷിതയുടെ വോയിസിന് ഒരു പക്ഷേ കുറച്ചുകൂടെ പ്രാക്ടീസ് വേണമായിരിക്കും എന്ന് എനിക്ക് തോന്നി. പക്ഷെ എന്നിരുന്നാലും അതിൽ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇങ്ങനെയൊരു പാട്ട് ഞാനും എടുത്ത് ട്രൈ ചെയ്തുകൂടെ? നിങ്ങളുടെ ഒരു ഇങ്ങനെയൊരു വേദിയിൽ ഞാൻ ഇത്രയും വിഷമമുള്ള ഒരു പാട്ട് പാടി ഫലിപ്പിക്കാൻ അത് ഞാൻ എടുത്തു, സെലക്ട് ചെയ്തു, ഞാനത് പാടുന്നു. അതും വേണമല്ലോ. എല്ലാം നമുക്ക് ചേരുന്നത് അങ്ങനെയൊന്നും നമുക്ക് തേടി പോകാൻ പറ്റത്തില്ല. നിങ്ങളിപ്പം അപ്പാർട്ട് ഫ്രം ഈ കോമ്പറ്റീഷൻ ഇതിൽ നിന്നെല്ലാം മാറ്റി ഇത് നിങ്ങൾക്ക് പാടണം എന്ന് ഒരു അഭിലാഷം ചിലപ്പോൾ ആയിരുന്നിരിക്കും. അതുകൊണ്ട് ഇത് നിങ്ങൾ സെലക്ട് ചെയ്തു. അങ്ങനെയും നമുക്ക് ഇങ്ങനെ ഒരു പാട്ടും നിങ്ങൾ
അറ്റംപ്റ്റ് ചെയ്തു. ഒരു പക്ഷേ ഇനി ഇത് ഒരു 10-15 പ്രാവശ്യം പാടി കഴിയുമ്പോഴത്തേക്കും അത് സൂപ്പറായിട്ട് പാടാൻ പറ്റും. സംഭവം നന്നായിട്ട് പാടി, ഞാൻ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഞാൻ ഇത് എടുത്ത ഉടനെ ഞാൻ സാറിനോട് അയ്യോ സാറേ എന്നിങ്ങനെ പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് പാടിയിട്ടുണ്ട്. ആ പല സംഗതികളും അർഷിത നന്നായിട്ട് പാടുണ്ട്, ശ്രീലക്ഷ്മി നന്നായി പാടിയിട്ടുണ്ട്. ഒരു പക്ഷെ ഇതുപോലെ ഒരു 10 പാട്ടുകൾ അങ്ങ് എടുത്ത് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു ഇമ്പ്രൂവ്മെന്റ് വരും. ഇപ്പൊ ഇതിന്റെ തന്നെ ലാസ്റ്റത്തെ ഈ സ്വരം പാടുക, ആകാരം പാടുക, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കർണാട്ടിക് ഇതിൽ ഒരു പ്രാക്ടീസ് നമ്മളൊക്കെ കൊടുക്കുന്നതാണ്. ഇനി പമ പനി പനി മപ മനി പനി മപ ആ രിമ രിപ മനി പമ ആ രിമ പനി സരി സനി സനി പനി പമ ആ മനി പ മനി പ സനി ആ ഇങ്ങനെ പിള്ളേർക്ക് അത് ഇത് തന്നെ നിസരി മരിമ പനി ആ നിസരി സരി മരിമ പമ പനി പനി ആ ഇങ്ങനെ പാടിക്കും പിള്ളേരുകൾ. എന്തത് കമ്പ്യൂട്ടറാ? അല്ല ആക്ച്വലി ചേച്ചി ഇപ്പൊ സ്പീഡ് കുറച്ചാ പാടണേ. ഇതിലെന്താ ഡബിൾ സ്പീഡിലാണ് ചേച്ചി പഠിക്കാനിരിക്കുമ്പോ പാടുന്നത്. അതൊക്കെ നമ്മൾ അതേ സ്പീഡിൽ എണീറ്റ് ഓടും. ഇങ്ങനെ ഇങ്ങനെ പനിസരിമ പനിസ നിസരിമ പനിസ ഇങ്ങനെ സരിമ പനിസ രിമ പനിസ ഇങ്ങനെ തന്നെ പോകും. അതൊക്കെ പാടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് നമ്മൾ പാടാൻ കൊടുക്കുന്ന കേൾക്കാൻ പറ്റുള്ളൂ, ക്ലാസ്സിൽ വന്നിരിക്കാൻ പറ്റില്ലല്ലോ. ശ്വേതയോടൊക്കെ ചോദിച്ചാൽ അറിയാൻ സ്ലോട്ടില്ല. ശ്വേതയോടൊക്കെ ചോദിക്കും. ശ്വേതയ്ക്ക് കൊച്ചിലെ പഠിക്കാൻ വന്നല്ലോ. അപ്പം എനിക്ക് സംഗതി വരില്ല ചേച്ചി ഇങ്ങനെ പറയുമ്പോ ഈ ഇങ്ങനത്തെ പീസുകളൊക്കെ ഒരുപാട് ശ്വേതയെ കൊണ്ടൊക്കെ പാടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് വരാത്ത സംഗതി ഇല്ല. അതുവരെ ഇതുപോലെ നിങ്ങൾക്ക് ശ്വേത അറിയാവുന്നതുകൊണ്ട് പറഞ്ഞോട്ടോ, അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ ഈ ഒരു സംഭവമൊക്കെ നിങ്ങൾക്ക് ഈ പാട്ടിലൂടെ നിങ്ങൾ അത് പാടാനെടുത്തു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിലൊരു പോസിറ്റീവ് ഇത് ഞാൻ കാണുന്നത്. ഇത് നിങ്ങൾ ഇത് ഡെയിലി പാടുക. ഇത് ഈ സ്റ്റേജിൽ നിന്ന് പോയി കഴിഞ്ഞ് ഇത് പാടി വിട്ടു അങ്ങനെ വേണ്ട. നിങ്ങൾക്കിത് പ്രാക്ടീസിന് ഡെയിലി എടുക്കാം. ഇതൊക്കെ ഇതിന്റെ കൂട്ടി പ്രാക്ടീസിന് എടുക്കാം. അപ്പൊ അങ്ങനെ ഒരു സംഭവം നിങ്ങളത് ഇവിടെ പാടിയത് കൊണ്ടല്ലേ അത് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നു. അത് ഭയങ്കര KKPP സംഗതി അത്. കാരണം ഇതിന്റെ പേര് അണ്ടർലൈൻ സംഗതി എന്ന് പറയും. സരിമരി സ നി സരി സനി സരിമരി സ നി സരി സരി 2 ഡബിൾ സ്പീഡ് എന്ന് പറയും. പനിസരി പ മപരി പമ രിമപ മരി ഇതിങ്ങനെ ഡബിൾ സംഗതി. ഇതെല്ലാം ശ്രീലക്ഷ്മി നന്നായി പാടിയത്. അപ്പൊ അത് ഇങ്ങനത്തെ പാട്ടുകൾ എടുക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കുറെ കിട്ടും. ശരി, അപ്പം യു ഹാവ് ഡൺ യുവർ ബെസ്റ്റ്. ഇന്നിപ്പോ നിങ്ങൾ ഈ ഒരു വേദിയിൽ ഇത്രയും ഒരു ചെറിയ കാലയളവിൽ ഇവിടെ വന്ന് നിന്ന് പാടുന്നതിൽ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ചേച്ചി പറഞ്ഞ അഡ്വൈസ് ആണ് ശിരസാ വഹിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് ഇത്രയും പാടിയല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. ഇനിയിപ്പോ നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടീസിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പുഷ്പം പോലെ ഹർഷിതയൊക്കെ ആരും അതേടോ എന്ത് രസമായിട്ടാണ് ഇപ്പൊ ഈ സ്വരമൊക്കെ പാടുന്നത്. ഇപ്പൊ ചെറിയ കാലഘട്ടം കൊണ്ട് നിങ്ങൾക്ക് ഈ ഇമ്പ്രൂവ്മെന്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലും വളരെയധികം ഇമ്പ്രൂവ് ആവും. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അത് കാരണം എനിക്ക് ഒരു കുറ്റവും പറയാനില്ല. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്കിനി മാർക്സിലേക്ക് കിടക്കാം. ഹർഷിത ആൻഡ് ശ്രീലക്ഷ്മി, ഇന്ന് ഇപ്പൊ ഈ പാടിയ ശരപ്പുളിമാല ചാർത്തി എന്നുള്ള ഈ പാട്ട് എടുത്തുകൊണ്ട് വരാൻ കാണിച്ച ധൈര്യത്തിനും ആ കാണിച്ച ചങ്കൂരത്തിനും ഇവിടെ വന്ന് അത്രയും എന്താ കോൺഫിഡന്റ് ആയിട്ട് പെർഫോം ചെയ്തേനും 93.5. അർഷിത 93.5 ആണ് നമ്മുടെ ഫൈനൽ റൗണ്ടിൽ ലഭിച്ചിരിക്കുന്ന മാർക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാ റൗണ്ടുകളും കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഓക്കെ, അപ്പൊ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. താങ്ക് യു അർഷിത, താങ്ക് യു ശ്രീലക്ഷ്മി. ഇനി നമ്മള് SP വെങ്കടേഷ് സാറിന് ട്രിബ്യൂട്ട് നൽകിക്കൊണ്ടുള്ള റൗണ്ടാണ്. പെർഫോം ചെയ്യാനായി എത്തുന്നു രമ്യ. ചമയണ ജോക്കറുമുണ്ടൻ രാജാവേ, തീപ്പൊരി ചിതറി പെൺപടവരവായി മാറിക്കോ, തുടികളിൽ അലകടലിളകും തരികിട
झुम झुम झुमक झुम 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 झुमक झुम झुम അല്ലി റാണിയുടെ മുത്തുബോർഡുകളിൽ ഇളകേണ്ട ഹേ ഝാൻസി റാണിയുടെ കൂട്ടുകാരുമായി ഇടയേണ്ട കിട്ടാ പൊന്നിൻ പൊട്ടും പൊടിയും തേടേണ്ട മത്താപ്പല്ലിത് തൊട്ടാൽ പൊട്ടണ ബോംബാണേ നോക്കിലൊരു മിന്നൽ വാക്കിലിടിനാദം നോക്കിലൊരു മിന്നൽ വാക്കിലിടിനാദം ഇടനെഞ്ചിൽ കലികൊള്ളും തെയ്യക്കോലം ദു 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 ദു. രു 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 രു. La 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 la. നല്ല രസമുണ്ടായിരുന്നു രമ്യ. ഒരു സംശയം. ശരിക്കും രമ്യ തന്നെ പാടിയ പാട്ടാണോ? അല്ലല്ല, ഇത് ഒറിജിനലി കേൾക്കുന്ന പോലെയുണ്ട്. ഫ്രഷ് സോങ് റിലീസ് ആയിരിക്കുന്നു. ഞാനുണ്ടല്ലോ ഈ പാട്ട് ഫ്ലവേഴ്സിലെ ടോപ്പ് സിംഗർ ഒരു ദേവനശ്രീയ എന്ന് പറഞ്ഞൊരു മോളുണ്ടായിരുന്നു. ഞാൻ ആ കുട്ടീന്റെ ഭയങ്കര ഒരു ഫാനാ. അപ്പൊ ആ കൊച്ചിന്റെ പാട്ടൊക്കെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തൊക്കെ ആ മോളുടെ പാട്ട് ഞാൻ ഒരുപാട് കേൾക്കുമായിരുന്നു. അപ്പൊ SP വെങ്കടേഷ് സാറിന്റെ റൗണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ആ കുട്ടി ഈ പാട്ട് പാടി ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പാട്ട് എനിക്ക് ഓർമ്മ വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കണ്ട കുട്ടികളെ പോലെ ആവണമെന്ന് പറയുന്നത് കണ്ടോ? പാട്ട് നന്നായത് കണ്ട. നമ്മളൊന്നും ചിന്തിക്കാണ്ടാണ് അവര് പാടുന്നത്. കുട്ടികള് ദർ ഈസ് നോ ഒരു ഇൻഹിബിഷൻസോ ഒരു യാതൊരു ചിന്തയില്ല. പാട്ടെന്ന് വെച്ചാൽ പാട്ട് അവർ പാടും. അതേപോലെ പാടിയത്. അതായത് ചിലര് പാടുമ്പോൾ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റും, അതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ചുരുക്കം ചിലർക്ക് ഏതാ പറ്റും. അപ്പം രമ്യ ഇവിടെ പാടിയപ്പോഴത്തേക്കും എന്തൊക്കെയോ വിഷ്വൽസ് പോയി വന്നു. ആ ഫിലിമും എല്ലാം അത് ചിലരുടെ മാത്രം കഴിവാണ്. അത്ര എഫക്റ്റീവായിരുന്നു അത് പാടിയത്. ഞാൻ അത്ര ഇഷ്ടപ്പെട്ടെടുത്ത അപ്പൊ ഇഷ്ടപ്പെട്ടെടുത്തപ്പോ ഇഷ്ടമായിട്ട് സൂപ്പറായിട്ട് പഠിച്ചു, സൂപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്തു. ആ ആത്മാർത്ഥത, പാട്ടിനോട് പഠിച്ച ആ ആത്മാർത്ഥത ഇപ്പൊ ഇവിടെ കാണിച്ചു. നല്ല എന്തൊരു കോൺഫിഡൻസ്. എന്താണ് എല്ലാ വോയിസും പുറത്തേക്ക് ഫുൾ സ്റ്റൈലിൽ വന്ന രമ്യ. പറഞ്ഞ ഒരു പ്രശ്നങ്ങളും ഇന്ന് ഉണ്ടായിരുന്നില്ല. ഐ എം സോ ഹാപ്പി. ചെയ്തതിന് എന്റെ വക ഫുൾ മാർക്കാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും കേട്ടോളൂ കേട്ടോ. ഈ ടെക്നിക്ക് ഉപയോഗിച്ച് പാടിയതാണ്. ഞാൻ ഓരോ വാക്ക് പറയുമ്പോഴും ഞാൻ ആലോചിക്കുന്ന ആള് ചേച്ചിയാണ്. അമ്മേ എനിക്ക് വയ്യ രഞ്ജനി, ഞാൻ അതാ പറഞ്ഞ ഷോ ആദ്യമായിട്ടാണ് രമ്യ ഞാൻ. അല്ല ചേച്ചി, ഞാൻ വെറുതെ പറയല്ല, ചേച്ചിയോട് പറയാൻ വേണ്ടി പറയുന്നതല്ല. എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു പാടും. ചോടാ ഐ എം സോ ഹാപ്പി. ഞാൻ ഇമോഷണൽ ആവും ഇങ്ങനെ ആയിക്കഴിഞ്ഞു. ഇവിടെ നോക്കിയിരിക്കുക കരയാൻ. അല്ല, ഇത് സന്തോഷം കൊണ്ട്. അസലായിടോ, ഇങ്ങനെയാണ്, ഇതാണ് എനിക്ക് വേണ്ടത്. വെരി ഗുഡ്. ഐ എം സോ ഹാപ്പി രമ്യ. വെരി എക്സലന്റ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പിന്നെ ഒരു ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു. ഏത് പടം ഓർമ്മയുണ്ടോ? എന്നോട് ഇഷ്ടം കൂടാമോ? സാറും SP വെങ്കടേഷ് സാറുമാണ് ആ പടത്തിന്റെ മ്യൂസിക് തോന്നുന്നു. റീ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇനിയൊരു പാട്ടുണ്ട്. അപ്പൊ മെയില് ഒരു ചെറിയ ലൈൻ ഉണ്ട്, അത് പാടണം. ഒറിജിനൽ ആളെന്നും വിളിക്കാൻ നേരില്ല, ഞാൻ തന്നെ കയറി പാടി. അത് പടത്തിലുണ്ട്, കാസറ്റിലില്ല. അപ്പൊ വേറെന്താ? പ്ലീസ് കണ്ടിന്യൂ. സൂപ്പറായിട്ട് പാടി. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ രമ്യ എന്തോ 90 ചേച്ചി ഞാനൊന്ന് കെട്ടിപ്പിടിച്ചു.
മൈക്കിലാണ് ഞങ്ങൾ കേൾക്കട്ടെ. അപ്പൊ ബ്രീതിങ് ശരിയായി പല കാര്യങ്ങളും ശരിയാവുമെന്ന് മനസ്സിലായില്ലേ? കോൺഫിഡൻസ് ഉൾപ്പെടെ. അപ്പൊ അത് മതി. അടിച്ചു പൊളിച്ചു. ഇനി പെർഫോം ചെയ്യാൻ എത്തുന്നത് ഡ്യുവറ്റ് റൗണ്ടിലാണ്. ഡ്യുവറ്റ് റൗണ്ടിലാണ്. ആരാണ്? വെൽക്കം വിദ്യ. വിദ്യ കാണാൻ നിന്ന് അടിപൊളിയായിട്ട് എന്ത് രസമായിട്ടുണ്ട്. നല്ല കളർ. അതായത് റെഡ്. എനിക്ക് വയ്യ. പറഞ്ഞോ, ഞാൻ കേൾക്കാന്നൊക്കെ. ഓക്കെ, ആരാണ് പാടാൻ വരുന്നത്? കൂടെ പാടാൻ വരുന്ന ആളെ വരൂ എന്ന് പറയൂ. കൂടെ പാടുന്ന ആളെ വരൂ. പിള്ളല്ലാര പാപ്പല്ലാര రేపటి వారది పౌరుల్లారా పెద్దలకి ఒక దారిని చూపే పిల్లల్లారా పిల్లల్లారా ഇതേപോലെ ഒരു എൻട്രി സ്വപ്നങ്ങളിൽ മാത്രം. അതെ, ആരാണിത്? അതെ, ഒരു സന്തോഷ വാർത്ത പറയാൻ. അറിയാം, ഞങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയാം. എന്താ അത്? എന്തത്? നമ്മുടെ ഫ്ലവേഴ്സ് ഫാമിലിയിൽ ഒരു മെമ്പർ കൂടി വരുന്നതിന്റെ സന്തോഷം നമുക്ക്. എവിടെ ചേട്ടൻ? എവിടെ? അവിടെ ഉണ്ടോ? ഓക്കെ, ഹെൽത്ത് ഒക്കെ ഓക്കെയാണോ? ഓക്കെയാണ്. പാടാനൊന്നും കുഴപ്പമില്ലല്ലോ? ഹാപ്പിയാണ്. ഓക്കെ. ഇപ്പം 3 റണ്ണിങ്. നമ്മുടെ ഷോ എനിക്ക് പേരിടാനൊരു അവസരം ഉണ്ടോന്ന് അറിയണം. സൗഭാഗ്യേട്ട ഒന്ന് കടന്നു വരൂ. കടന്നു വരൂ. നിന്നെ വിളിച്ച കേട്ടോ സൗഭാഗ്യേട്ടോ. ഹായ് ഭാഗ്യേട്ടാ. എന്തോ ഡെയിനൊരു സംശയം ഉണ്ടെന്ന് ചോദിക്കുന്നു. ഒന്നല്ല, നമ്മുടെ ഷോ തുടങ്ങിയിട്ട് 4-5 മാസമായിട്ടുള്ളൂ എന്ന് പറയായിരുന്നു. ഇനിയിപ്പൊ അവന് ഇതൊക്കെ നോക്കേണ്ട കാര്യം എന്താണ് നീ? നമ്മുടെ ഷോ തുടങ്ങിയ സമയത്ത് അഞ്ജുവിന്റെ കൺവെട്ട തന്നെയായിരുന്നു ഭാഗ്യേട്ടൻ. ഇവിടുന്ന് മാറിയിട്ടില്ല. അതിന്റെ കുട്ടൻസ് ഇപ്പോഴാണല്ലോ മനസ്സിലാവുന്നത്. ഇവരുടെ പാട്ടിന് ശേഷം ഭാഗ്യേട്ടന്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കണം. അതെ, നമ്മുടെ ന്യൂ മെമ്പറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട്. ഓക്കെ ഓക്കെ.
sa sa re ni da pa ma ba ni sa ga re sa re ni da pa ma ba ni sa ta ki ta ki ta ki ta ki ta ta ki mi ta ki ta ta ki ta di ta ki ta ta ki mi ta ki ta ta ki ta di ta ki ta ta ki mi ta ki ta ta ki ta di ta ki ta ta ki mi ta ki ta ta ki ta di ta ki ta ta ki mi ta ki ta ta ki ta di ta ki ta ta ki mi. ലാസ്റ്റ് പല്ലവി കലക്കി കേട്ടോ. അതെനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഒന്നാമത് ഗായത്രി ചേച്ചി എന്ന് പറയുന്നത് ഐ ലവ് ഹർ വോയിസ്. എനിക്ക് ഗായത്രി ചേച്ചിയുടെ പാട്ട് പണ്ട് ഇങ്ങനെ ഒരു ഫ്ലോലെസ് സിംഗിങ്. ഏറ്റവും കൂടുതൽ ഏറ്റവും അടിപൊളി പാട്ടുകൾ ഗായത്രി ചേച്ചി പാടിയിരിക്കുന്നത് ഔസേപ്പച്ചൻ സാറിന്റെയാണ്. എടുത്താ പോകാത്ത പാട്ടുകൾ മുഴുവൻ ഗായത്രി ചേച്ചിക്ക് ഔസേപ്പച്ചൻ സാർ കൊടുക്കുന്നത് എന്തിനാ? ബിക്കോസ് ഷീസ് ദ സിംഗർ ലൈക്ക് ദാറ്റ്. ഐ എം ഷുവർ സർ ലവ്സ് ഹർ വോയിസ്. അത് കാരണം തന്നെ ഞാൻ എം എ വെരി ബിഗ് ഫാൻ ആൻഡ് ഐ എം പ്രിറ്റി ക്ലോസ് ടു ഹർ ഓൾസോ. അത് രണ്ടും ഉണ്ട്. ഭയങ്കര രസമായിട്ട് പാടിയിട്ടുണ്ട്. ലാസ്റ്റത്തെ ചേച്ചി പാടിയ എല്ലാം നിങ്ങൾ ഒരേപോലെ ഒന്നിച്ച് പാടിയതും ഭയങ്കര ഇഷ്ടമായി. പിന്നെ നല്ല ഭംഗിയുണ്ട് നിങ്ങളെ കാണാനായിട്ട്. ഈ ഒരു അവസരത്തിൽ ബാക്കി പാട്ടിന്റെ സംഭവങ്ങളൊക്കെ സാർ എഴുതി വെച്ചിട്ടുണ്ട്, പറയും. ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ രണ്ടുപേരും അവതരിപ്പിച്ചത് ആ ഗിവ് ആൻഡ് ടേക്ക് വാസ് എക്സലന്റ്, വെരി നൈസ്. പിന്നെ കാര്യം മാത്രമേ ഉള്ളൂ, വിദ്യ പാടുമ്പോൾ നല്ല രസം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഞ്ച് പാടുമ്പോഴും നല്ല രസം ഉണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടും ഒരുമിച്ച് പാടിയപ്പോൾ നല്ല സ്വര ചോർച്ചയുണ്ടായിരുന്നു. അതാണ് ഞാൻ എഴുതി വെച്ചത്. അതായത് കാരണം രണ്ടുപേരും നന്നായിട്ട് പാടുന്നു, പക്ഷേ ദർ വാസ് ലോട്ട് ഓഫ് ഡിഫറൻസ് ഇൻ യുവർ സംഗതീസ് ആൻഡ് പിച്ചിങ്സ്. അതുകൊണ്ടുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു നടുവിലെ. പക്ഷെ ലാസ്റ്റ് പല്ലവി പാടിയപ്പോൾ നല്ല ബ്ലെൻഡായി. അത് ബുദ്ധിമുട്ടാണ്, ഒരുപാട് ഇംപ്രവൈസേഷൻ ഉണ്ട്. ഓർക്കസ്ട്ര പൊളിച്ചു. നിങ്ങളുടെ വീട് ഇറങ്ങുന്ന സെയിം ടൈമിലാണ് ഞാനും ആദ്യമായിട്ടൊരു സിനിമയിൽ പാടുന്നത്. 2012 ഞാൻ പറയുന്നത്. അപ്പോൾ ദിസ് ഇസ് സോ മച്ച് ഓഫ് നോസ്റ്റാൾജിയ ഫോർ മീ. എൻ്റെ കരിയർ തുടങ്ങുന്ന കാലഘട്ടത്തിലുള്ള പാട്ടുകളാണ്. അത് കാരണമാണെന്ന് തോന്നുന്നു മനസ്സിൽ ഇങ്ങനെ കിടക്കണേ. അഞ്ജു എന്തൊരു ഹാപ്പി ആടോ തന്നെ ഞാൻ കാണാനായിട്ട്. നല്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇവിടുന്ന് പോയ പിന്നെ വളരെ മനോഹരമായ കാര്യങ്ങളൊക്കെയാണല്ലോ നടക്കുന്നത്. കൊടൈക്കനാൽ കറങ്ങാൻ പോകുന്നു, മല കയറാൻ പോകുന്നു. നമ്മൾ വിചാരിച്ചു ഇവിടുന്ന് എലിമിനേഷൻ കഴിഞ്ഞപ്പോ വിഷമം ഒക്കെ ആയിരിക്കും. അടുത്ത ദിവസം പോയി കൊടൈക്കനാലിലേക്ക്. രക്ഷപ്പെട്ടു ഇവിടുന്ന്. അങ്ങോട്ട് പോയി. കല്യാണം കഴിഞ്ഞ് കുടുംബം നോക്കുന്നു, ജോലി ചെയ്യുന്നു, കുട്ടികളെ നോക്കുന്നു. അങ്ങനത്തെ ഒരുപാടധികം റോൾസ് ഉള്ള ഒരു ജെൻഡറാണ് ഒരു വുമൺ എന്ന് പറയുന്ന, ഒരു സ്ത്രീ എന്ന് പറയുന്ന. നേരത്തെ എൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞ പോലെ ഇതെല്ലാം ഉണ്ടായിട്ട് നിങ്ങൾ പാടുമ്പോൾ ഐ ഫീൽ പ്രൗഡ് എന്ന് പറഞ്ഞാൽ അതേപോലെ ഐ ഫീൽ പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് ഷോ. എന്നെ ഈ ഒരു ഷോയിൽ കൊണ്ടുവന്നതിന് ഞാൻ ഫ്ലവേഴ്സിനോട് ഒരുപാട് താങ്ക്സ് പറയുന്നു. ആൻഡ് ടു രജീഷ്. ഇവിടെ ഇരുന്ന് ആലോചിക്കുന്നത് ഇതൊന്നും അല്ലാന്ന് എനിക്കറിയാം. എപ്പോഴാണ് പേരിടാൻ ചാൻസ് കിട്ടാൻ? ഞാൻ ആദ്യമേ പറഞ്ഞു. കുറച്ചുകൂടി കഴിഞ്ഞിട്ട്
പേര് നമുക്ക് അപ്പത്തേക്കും നമുക്ക് ഷോ അടുത്ത തീർന്നു അല്ല, പോകുന്നു. അടുത്ത അടുത്ത season ആകുമ്പത്തേക്ക് സീസണില് ചിലപ്പോ തുടങ്ങും. അടുത്ത സീസണില് പക്ഷെ കറക്റ്റ് എനിക്കൊരു ആയിരിക്കും. പേര് ബിനി ചേച്ചി സജസ്റ്റ് ചെയ്ത് തരണേ. ആർക്ക്? അല്ല എനിക്കല്ല, എന്റെ ബ്രദറിന് ഉണ്ടെങ്കിൽ ഭാവിണ്ടാവാറ്. ഭാവിയുണ്ടാവാറ്. ഇപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും. തെറ്റിദ്ധരിക്കും കേട്ടോ. ഡീനെ ഇങ്ങനെയൊക്കെ എനിക്കില്ല. ഉറപ്പല്ലേ? ആ, ഓക്കെ. ഐ ആം അൺമാരീഡ് Bachelor. See, you don't have to be married to have a child. അത്രേ ഉള്ളൂ. മാരി ചെയ്താലേ കുട്ടി ഉണ്ടാവുള്ളുന്നുണ്ടോ? അതെ, പക്ഷെ അപ്പുറത്തെ ആൾക്കും അതേ ചിന്ത വേണ്ടേ? നമ്മള് വേറെ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുന്നു. സർ കോമന്റ്സ് പറയൂ. ബിന്നി ചേച്ചി ഇല്ല, അതിനിടയ്ക്ക് നമ്മൾ ചോദിച്ചില്ലല്ലോ അഞ്ജുനോട്. ഇവിടുന്ന് പോയപ്പോ വിഷമത്തോടു കൂടി പോയി. ഇത് നമുക്ക് ഈ വേദി നഷ്ടമായെന്ന് വിചാരിച്ചു. വാട്ട് ഡു യു ഫീൽ നൗ? അല്ല, അന്ന് അഞ്ജു പറഞ്ഞിട്ട് എന്തോ ഒരു ചെറിയൊരു ഇത് വന്നില്ലേ? എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയായിരുന്നു ഞാൻ ആ സമയത്തൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ മ്യൂസിക്കിനോടുള്ള അത്ര ഇഷ്ടം കൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത്. കാരണം ഞാൻ അഡ്മിറ്റായി ഡിസ്ചാർജ് ആയി അങ്ങനെ വന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞാൻ നേരെ വിദ്യക്കും അതെ എന്റെ കൂടെ പാടി നോക്കാൻ ശരിക്കും സമയം കിട്ടിയിട്ടില്ല. അവളെ സമ്മതിക്കണം എന്റെ കൂടെ ഇപ്പൊ പാടുന്ന. മിടുക്കിയാണ്, പഠിക്കോളൂ. അപ്പൊ ഞാൻ ഇത് വിളിച്ചപ്പോ ഞാൻ അതാണ് രേഷേട്ടാ, എനിക്ക് ഇനിയൊരു അവസരം കിട്ടിയില്ലെങ്കിലും ഞാൻ വരാൻ റെഡിയാണ് അങ്ങനെ പറഞ്ഞ് ഞാൻ ഓടി വന്നത്. നമുക്ക് ഭാഗ്യേട്ടനെ വിളിച്ചാലോ? ഭാഗ്യേട്ടനെ വിളിക്കാം. ഭാഗ്യേട്ടാ, ഡെയിന്റെ സൗഭാഗ്യേട്ടൻ. സൗഭാഗ്യമേ ഓടി വരും. നമുക്കിപ്പോ ഭാഗ്യയുടെ പാട്ട് കേൾക്കാം. ഭാഗ്യേട്ടന്റെ പാട്ട് കേൾക്കാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ന്യൂ മെമ്പറിന് വേണ്ടിയുള്ള ഡെഡിക്കേഷൻ. അതെ അതെ. ഓക്കെ, ഇത് 4 പേര്. ശരി. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോ തൂവൽ കവിളിണയിൽ നിൻ മായാലാവണ്യം ഇന്ന് ഇടവഴിയിൽ നിന്നോമൽ കാത്താളം നീയാം സ്വരജതിയിൽ നീ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റുപാടുന്ന ഭൂമിയും വാനവും സാക്ഷിയായി പാവുകങ്ങളേകുന്ന ശ്യാമമേഘങ്ങളും പാവിഴ മഴയേ നീ പെയ്യുമോ ഇന്നിവളേ നീ മൂടുമോ വെൺപനിമതി ഇവളിലെ മലരൊഴി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോ തൂവൽ കവിളിണയിൽ നിൻ മായാലാവണ്യം. Okay. നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഫീൽ ഉണ്ടായിരുന്നു. യെസ്. മോളുടെ പേരെന്താ? ഹനിക. ഹനിക. അപ്പൊ അടുത്തത് ഹൻസിക ആയിരിക്കുമോ? കറക്റ്റ്. ഞങ്ങള് അങ്ങനെയല്ല, ബേബി ഗേൾ ആണെങ്കിൽ ഈ ഒരു നെയിമായിരുന്നു ഞങ്ങള്. ആസ്ഥാന പേരിടൽ കാര്യമായി ബിന്നി ചേച്ചി. ഇനി ക്യൂ ആയിരിക്കും പിള്ളേരെ കൊണ്ട്. ക്യൂ എത്ര എടുത്ത് എയർപോർട്ടിൽ പോകുമ്പോ അമ്പലത്തിൽ പോകുമ്പോ സത്യം. തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു കേട്ടോ, അറിയോ? പേരിടല്ല. അതല്ല ഞാന് അതല്ല, അതാണ് MG രാമചന്ദ്രൻ. MGR. എന്റെ ആദ്യത്തെ പേര് ബിന്നിയാർ എന്നാണ്. ബിന്നി രാമചന്ദ്രൻ, ബിന്നിയാർ. ഇനി വേറൊരു സർപ്രൈസ് കൂടെ ഉണ്ട്. അതെ, ഇരട്ടി മധുരം വേറെ സർപ്രൈസ് ഉണ്ട്. അതായത് ഇന്ന് എന്താ ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ അഞ്ജു? എന്താ? ഇന്നെന്റെ ബർത്ത്ഡേ. അപ്പൊ ശരി, ഹാപ്പി ബർത്ത്ഡേ. Happy birthday to you. Happy birthday to you. Happy birthday dear Anju. Happy birthday to you. ഇതിൽ കൂടുതൽ ഇനി എനിക്കൊന്നുമില്ല സന്തോഷം വരാൻ. നമുക്ക് ഈ ഒരു സന്തോഷത്തിൽ കേക്ക് കട്ട് ചെയ്യണ്ടേ? ഈ വേദിയിലെ ബർത്ത്ഡേ ആഘോഷം ഉണ്ടോ? കേക്ക് കട്ടിംഗ് മസ്റ്റ് ആണ്. ഈ ഫ്ലവേഴ്സ് ടിവിയില് ഇതിന് മാത്രം കേക്ക് എവിടെ ഇരിക്കുന്നു? അപ്പൊ ജഡ്ജസ് 3 പേരും ഇങ്ങോട്ടേക്ക് വന്നോളൂ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഒപ്പം തന്നെ നമ്മുടെ അഞ്ജുവിന്റെ അമ്മ ഇവിടെ ഉണ്ട്. അമ്മേനും കൂടെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. Happy birthday to you. Birthday to you. Happy birthday dear Anju. Happy birthday to you. ഭാഗ്യത്തിനില്ലേ
സൗഭാഗ്യേട്ടനില്ലേ കേക്കും കഷ്ണം വെയിറ്റ് ചെയ്ത് നിൽക്കാണല്ലേ. ഓക്കെ ഔസേപ്പച്ചൻ സാർ, എന്തായാലും നമ്മൾ കേക്ക് കട്ട് ചെയ്തു, നമ്മൾ എന്തായാലും പാട്ടിനെ കുറിച്ച് കമന്റ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ മാർക്ക് ഇവിടെ വെച്ച് പറയാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് മാർക്ക് അറിയിക്കാം. ഞാൻ അവരോട് ഒളിച്ചു ചോദിച്ചിട്ടുണ്ട്, ഞാൻ ചെവി പറയാം എത്രയാന്ന്. അപ്പൊ ഇവിടെ വെച്ച് വിദ്യയുടെ മാർക്ക് ഞങ്ങൾ പറയാൻ പോവുകയാണ്. വിദ്യക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 96 out of 100. താങ്ക് യു സർ. റൗണ്ടുകളെല്ലാം കംപ്ലീറ്റ് ആയോ? Complete. കംപ്ലീറ്റ് ആയി. ആദ്യത്തെ 2 റൗണ്ടിൽ എത്രയാണ് കിട്ടിയത്? 96.5, 96, 96. കൺസിസ്റ്റൻസിയുടെ അതെ, അറ്റം. എന്താ അവൾക്ക് 96.5, 96, 96 കേട്ടപ്പോഴത്തേക്ക് ആണോ ഒന്ന് നോക്കിയതാ. അതെ. ഇവൻ ഞെട്ടി എന്തിനാ ഇപ്പൊ അനാവശ്യമായിട്ട്. അവൻ കുറച്ച് സാധാരണ അങ്ങനെയാ. ഞാൻ അങ്ങനെ കടിച്ചപ്പൊട്ടാത്ത വാക്കുകൾ പറയുമ്പോ പലരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കാറുണ്ട്. കൺസിസ്റ്റൻസി. അവർക്ക് എനിക്കല്ലോ കടിച്ചപ്പൊട്ടാത്ത വാക്ക്. അഞ്ജു ഒരുപാട് നന്ദിയുണ്ട്. കാരണം അഞ്ജു ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. വേണമെങ്കിൽ അഞ്ജുവിന് വരാതിരിക്കാം, സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഡെഡിക്കേഷൻ, താങ്ക് യു സോ മച്ച്. That's so sweet. ഈ ഡ്രസ്സ് എനിക്ക് വയ്യാതിരിക്കുക, എനിക്ക് ഓടി നടന്ന ഡ്രസ്സ് സെലക്ട് ചെയ്യാനൊന്നും സമയമില്ല. അങ്ങനെ ഗ്രീഷ്മയാണ് ഗ്രീഷ്മയാണ് ഇവിടുത്തെ താരം കേട്ടോ. ഇവിടുത്തെ ഈ official. പിള്ളേർക്ക് എല്ലാവർക്കും ഡ്രസ്സ് കൊടുത്തു. അയ്യോടാ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ജഡ്ജസ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. അഞ്ജു ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. ആ ഡെഡിക്കേഷന് ഞങ്ങളുടെ രണ്ടുപേരുടെയും വക വലിയൊരു ഒരു എന്താ ഇനിയിപ്പോ പറയാൻ പറ്റും, ഒരു ഹാറ്റ്സ് ഓഫ്. ഓക്കെ, അപ്പോ സൗഭാഗ്യേട്ടാ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കാണാം. ഇവനിന്ന് പേര് മാറ്റും. നെക്സ്റ്റ് SP വെങ്കടേഷ് സാറിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള റൗണ്ടിൽ പെർഫോം ചെയ്യാനായി എത്തുന്നു ശിവാനി. അതിരടി മലയുടെ ഇപ്പുറം ഇന്നൊരു മോഹസംക്രമം.
വട്ടമൊരുക്കുകയായി സ്വരജതികൾ മാറിക്കുളിരിൽ നീലത്തുളസി കതിരുകളുലയുമ്പോൾ മലർവള്ളിക്കൊടിലിൽ നീലക്കുയിലിൻ നറുമൊഴിയുതിരുമ്പോൾ പപക പദ പക പപക പദ പക പസാസരീര ഗഗരീര സരിസ സരിഗരി സരിസദ പദ സദ പദ പക പാദ പക പഗരി ഗരിസ നാടോടിക്കാറ്റിൻ കിളിക്കൈയിൽ തിരുദേവിക്കുന്നിന്മേൽ പൊന്മയിലാട്ടും നാടോടിക്കാറ്റിൻ കിളിക്കൈയിൽ തിരുദേവിക്കുന്നിന്മേൽ പൊന്മയിലാട്ടും ചിറ്റാടത്തുമ്പത്തും ചിറ്റോലത്തുഞ്ചത്തും ചിറ്റാടത്തുമ്പത്തും ചിറ്റോലത്തുഞ്ചത്തും പുഞ്ചിരി വെട്ടമൊരുക്കുകയായി പുതുപുലരി കളിവട്ടമൊരുക്കുകയായി മടുമലരി മാറിക്കുളിരിൽ നീലത്തുളസി കതിരുകളുലയുമ്പോൾ മലർവള്ളിക്കൊടിലിൽ നീലക്കുയിലിൻ നറുമൊഴിയുതിരുമ്പോൾ അമ്പലമുറ്റത്താലു വിളക്കുകൾ മിന്നി മുനിഞ്ഞപ്പോൾ പൂക്കണിയാടുമൊരാവണിമേറ്റിൽ പൂപ്പടയുടരുകയായി തരിവളയിളകിയ പൈമ്പുഴ പോലും മധുമോഹിനിയായി മാറിക്കുളിരിൽ നീലത്തുളസി കതിരുകളുലയുമ്പോൾ മലർവള്ളിക്കൊടിലിൽ നീലക്കുയിൽ നറുമൊഴിയുതിരുമ്പോൾ വണ്ടർഫുൾ വണ്ടർഫുൾ. ഞാൻ ഇങ്ങോട്ടൊന്ന് നോക്കുകയാണ്. എന്താണ് ചെയ്തത് എന്ത് ആര് രഞ്ജിനി? ഞാനോ ആ ഞാൻ എന്ത് ചെയ്തു? ഓ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുത്തത്. അതെ ക്ലാസ് ഇതാദ്യമായിട്ട് ബന്ധമൊന്നുമില്ല തോന്നുന്നുണ്ട്. അല്ലെന്ന് ശിവാനി വൺ ഓഫ് ദി സോർട്ടഡ് സ്റ്റുഡൻസ് ആയിരുന്നു. ശിവാനിക്ക് ഡൗട്ട്സോ അങ്ങനെ ശിവാനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. അതൊക്കെ കേട്ട് പഠിച്ചിട്ടുണ്ട്, മനസ്സിലായോ? സാറിന് അങ്ങനെ എന്നോട് എന്തെങ്കിലും നല്ല കാര്യം പറയണമെന്ന് ആഗ്രഹമുള്ളതിന്റെ പേരിലാണ് ഒരു കൈ തരാനാണ് ഞാൻ ഈ പാട്ട് പാടി കേൾക്കുമ്പോ എനിക്ക് വന്ദേ ഭാരതിൽ പോയ പോലെ ഒരു തോന്നല്. ഭയങ്കര സ്പീഡ്, ഒരിക്കലും നിർത്തുന്നില്ല. എങ്ങനെ പടപടപടപടേന്ന് വന്നിട്ട് വരികൾ വരുന്നു. അതാണ് എനിക്ക് ഈ പാട്ടിനെ കുറിച്ചിട്ട്. നമുക്ക് ഒരിക്കലും റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല. അത് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കിട്ടക്കിട്ടെന്ന് പറഞ്ഞു പോകുന്നു. അത്രയും വരികൾ അത് കൃത്യമായിട്ട് പഠിച്ച് കാണാണ്ട് പാടല്ലേ. അത് നല്ലൊരു ഗ്രേറ്റ് അപ്രോച്ച്. ഓക്കെ, അവിടെ ഇവിടേക്ക് ഇടയ്ക്ക് ചുമ്മാ ഒരു പുള്ളി വയ്ക്കുന്ന പോലെ കുറച്ച് നോട്ടിനൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ. നല്ല ഇമ്പ്രൂവ്മെന്റ്, വെരി ഗുഡ് ഇമ്പ്രൂവ്മെന്റ്. അതാണ് ഞാൻ ഇവിടേക്ക് ഒരു കൈ കൊടുത്തത്. ഒറ്റ ക്ലാസ്സിൽ ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പറഞ്ഞ ഒരു 2-3 ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ലെവലിലേക്ക് പോകും. ചാർജ് ചെയ്യണം കേട്ടോ, ചാർജ് ചെയ്യണം ഇനി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ചേച്ചി ശിവാനി, എന്താ ഇപ്പൊ ഞാൻ പറയണേ, ഇത് ചെറിയൊരു കുട്ടി വന്ന് ഇത്ര രസമായിട്ട്, അതും അതിനകത്ത് സംഗതികളുണ്ട്, എല്ലാം ഒന്നും വിട്ടിട്ടില്ല ഡീറ്റെയിൽ. ആകെ വേണമെങ്കിൽ ഒരു കണ്ണു കിട്ടാതിരിക്കാൻ ആ ചരണം തുടങ്ങിയപ്പോ നാടോടിക്കാറ്റിൽ ഒന്ന് അല്ലേ ഒന്ന് ചെറുതായി. ആ അതൊക്കെ നമുക്കത് സാരമില്ല, അങ്ങനെ ഇരുന്നോട്ടെ. ഇത്രയും നിറയെ പാടി കഴിയുമ്പം അല്ലേ രഞ്ജിത്തെ? ടഫായിട്ടുള്ള സോങ് ആയത് ഒറ്റടിക്ക് പാടിത്തീർക്കണം. കാരണം ഞാൻ SPV സാറിനോട് ഒരു ലാസ്റ്റ് 8 years ഞാൻ അസോസിയേറ്റ് ഇരിക്കുന്നത്. അപ്പൊ സാറിന്റെ കുറെ പാട്ടുകൾ ട്രാക്കും ഇതൊക്കെ പാടാം. ലാസ്റ്റ് സാർ ചെയ്തൊരു മലയാള സിനിമയിൽ എനിക്ക് പാടാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ സമയത്ത് സാറിന് ഓർക്കുന്നു. തുടക്കം മാത്രം ഇപ്പൊ ചേച്ചിക്ക് പറഞ്ഞ ഇത് വേണമെങ്കിൽ പറയാന്നുള്ള സംഭവം, തുടക്കം മാത്രം ശ്രുതി പോയി. ബാക്കി ഇതുപോലത്തെ ഒരു ചലഞ്ചിങ് സോങ് എടുക്കുമ്പോൾ ഒന്നും നോക്കാനേ പറ്റില്ല. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പാടിയിട്ടുണ്ട്. ഒരുപാട് സ്വരവും ജതിയൊക്കെ പാടിയ കോറസിനെ കാണുന്നില്ല. ആരാന്നറിയോ കോറസിന് ചുക്കാൻ പിടിച്ചിട്ട്? ശ്രീലക്ഷ്മി അല്ലേ?
അല്ലേ? ശ്രീലക്ഷ്മി ഇങ്ങനെ ശ്രീലക്ഷ്മി. പ, 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 ദ, 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 സ, 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 സ. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു ശിവാനി. താങ്ക്സ് ഫോർ ദിസ് സോങ്. കാരണം ഇത് ശിവാനിയുടെ ലാസ്റ്റ് പെർഫോമൻസ് ആണ് അല്ലെ? അടിച്ചു പൊളിച്ച് നിർത്താനുള്ള പരിപാടിയിലാണ്. അപ്പോ ഇത് മാർക്കിൽ അറിയും, അത്രേ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സിലേക്ക് കടക്കാം. എന്തെങ്കിലും ഊഹമുണ്ടോ? 96. ഓ, അങ്ങ് എന്റെ പൊന്നേ. വിനയമായി. അല്ല, എങ്ങനെ? ആ. 98, 97. 99. ആർക്കും വേണ്ട. 98.5. അത് എന്റെ അടുത്ത് എത്തിയത്. ആ. എന്താ? 98.5. നല്ല സ്കോറാണ് നല്ല ശിവാനി. score. Okay, അപ്പൊ Okay, അപ്പൊ ശിവാനി, ശിവാനി, താങ്ക് യു സോ മച്ച്. All the best. Thank you so much. ഡ്യുവറ്റ് റൗണ്ട് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ റൗണ്ടിൽ ആര് വരുന്നു? നിസരി. നിസരീനെ ഈ വേഷത്തിൽ കണ്ടില്ലല്ലോ. ഞാൻ ഇപ്രാവശ്യം ആലോചിക്കായിരുന്നു. എനിക്ക് ഇതൊക്കെ ചെയ്തു. നിസരിയുടെ ട്രഡീഷണൽ വേഷം ഇത്. ഏത് പാട്ടാ നിസരി പാടാൻ പോകുന്നേ? ദൂരെ കിഴക്കുതിക്കും ആരാണ് കൂടെ? ആരാണ് കൂടെ? പറയണ്ട, വിളിച്ചാ മതി. Surprise. കൂടെ വരുന്ന ആള് വായോ. ആരാ? ആര്യ. ഇങ്ങനത്തെ വേഷം പിന്നെ ചേരുന്നത് ആര്യയ്ക്കാണ്. ആര്യാണ്. ഇത് ഇവളാണ് ചൂസ് ചെയ്തത്. രണ്ടും. ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് All the കടക്കാം. best. All the best. All the best വിളിക്കൂ. രണ്ടുപേർക്കും.
ഉണ്ടാക്കാം. താങ്ക് യു. അയ്യോ, അതാരാ അടിച്ചേ? അടിപൊളി. താങ്ക് യു. ആരാ അടിച്ചേ? നഖം ഉള്ളോണ്ട് വരുന്നില്ല. ഓ, എടാ, നിനക്കറിയാം വിശ്രമിക്കാൻ. ഞാൻ ഇങ്ങനെയൊന്ന് കാണിക്കാം, ഒന്ന് അടിക്കാവോ? 1 2 3. ജഡ്ജസ് എങ്ങനെയാ കഴിഞ്ഞ പ്രാവശ്യം പോലെ എല്ലാരും കൂടെ ഒരുമിച്ച് അങ്ങ് ഒരുമിച്ച് പറയുമോ? ഒരുമിച്ച് പറയാം, ഒരുമിച്ച്. അടിപൊളിയായിരുന്നു. എന്റെ ഒരു 13 കൊല്ലം ഞാൻ MG സാറിന്റെ കൂടെ പാടിയ പാട്ടുകളിൽ ഒന്നാണിത്. അപ്പൊ എനിക്കിത് കാണാപ്പാടമാണ്. പാടുമ്പോഴൊക്കെ എനിക്ക് ആ ദിവസങ്ങളെ ഓർമ്മ വരിക. അദ്ദേഹത്തിന്റെ കൂടെ പാടുന്ന, ശരിക്കും പറഞ്ഞ സ്റ്റേജിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നിന്ന് പാടുന്ന ഒരു സിംഗർ ഇന്നും സത്യം. ഹാൻഡ്സ് ഡൗൺ. ടു മെമ്മറബിൾ ഫോർ മീ. താങ്ക് യു സോ Yes. മച്ച്. എനിക്കിവിടെ പറയാൻ മറ്റൊരു കാര്യമുണ്ട്. ഡുവറ്റ് റൗണ്ട് എന്ന് പറഞ്ഞു. സാധാരണ ഡുവറ്റ് റൗണ്ട് ഇവിടെ നമ്മൾ കേൾക്കാറുള്ളത് അതെ, 2 ഫീമെയിൽ പാടുന്നു. പക്ഷെ ഇവിടെ നമ്മുടെ ആര്യ പാടിയപ്പോൾ, ശ്രീകുട്ടൻ പാടിയപ്പോൾ, അതായത് നോട്ട് ഹോൾ ത്രൂ ഔട്ട് അല്ല, പല ഏരിയകളിലും ആ നുവാൻസസ് കൊണ്ടുവരാൻ ശ്രമിച്ചു. ശ്രീകുട്ടന്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പിടിച്ചു സാധനം. ഞാൻ ചെന്തളിർ ചുണ്ടത്ത് മുത്തം അതന്നെ. അല്ലേ? അപ്പൊ അത് ഞാൻ പറഞ്ഞ ശബ്ദമല്ല പറയുന്നത്, ദ ആറ്റിറ്റ്യൂഡ്. സോ വി കുഡ് ഫീൽ ഇറ്റ്സ് എ ഡ്യുവറ്റ്. പെർഫെക്റ്റ് ഡ്യുവറ്റ് ആയിരുന്നു. പിന്നെ ഒരു സ്ഥലത്ത് എന്താണ്, ദൂരക്കിഴക്കുതിക്കിൻ സൈലന്റ്. അയ്യോ, ഞാൻ ഇങ്ങെടുത്ത് വെച്ചേൻ പാടി. അതെന്തായിരുന്നു? അങ്ങനെ തന്നെയാണോ ഒറിജിനലി? വിട്ടുപോയതാണോ? നല്ലൊരു കുസൃതി ഉണ്ടായിരുന്നു. അതെ, സൈലൻസ് നിങ്ങളിപ്പോ പാടിയപ്പോ സൈലൻസ് നല്ലതായിരുന്നു. അത് നമുക്ക് കുറ്റമായിട്ട് പറയാൻ അല്ല, പറ്റില്ല. ദാറ്റ് വാസ് എൻ അഡീഷണൽ, എന്താ പറയാ, അതിന്റെ ഒരു ജിൽബുൾ, ആൽബുൾ ജിൽബുൾ അല്ലേ, ജിബ്ലാങ്കു. ജിബ്ലാങ്കു. അത് അതായത് സാറിന്റെ ജിബ്ലാങ്കു, എന്റെ ഗബ്ലാഡ്ജികം. ഓ, അപ്പൊ അത് ജിംബ്ലാങ്കു ആയിരുന്നു കേട്ടോ. ഇറ്റ്സ് നൈസ്, വെരി ഇൻട്രസ്റ്റിംഗ്. ജിബ്ലാങ്കു. അപ്പൊ ഞാനോ ലിഞ്ചു പുവതാരി. അന്ന് ആ സാധനം. ശരി, ഞാൻ പറയാം. തക്കളുബ, ആ. കൊച്ചി തക്കളുബ. ഇത് ജിംബ്ലാങ്കു, ഞാന് ഗബ്ലാഡ്ജികം. ഞാൻ തക്കളുബ. തക്കളുബ. അപ്പൊ മാർക്കിട്ട് പറഞ്ഞേക്കാം. മെന്റേഴ്സ് എത്ര മാർക്സ് ആണ് നിസരിക്ക് നൽകുന്നതെന്ന് ജഡ്ജസിനെ അറിയിച്ചതിന് ശേഷം നമുക്ക് ജഡ്ജസിന്റെ മാർക്സ് അറിയാം. രണ്ടും ഒരു നമ്പറാണ്. എനിക്ക് മനസ്സിലായി. എനിക്ക് കിട്ടി. അപ്പൊ പറഞ്ഞോളൂ, എടുത്തോളൂ. പറഞ്ഞോളൂ. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും 3 റൗണ്ടുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ ആര്യ, താങ്ക് യു. ഇനി നമുക്ക് ഒരു ഡിവോഷണൽ റൗണ്ട് ആണ് പെർഫോം ചെയ്യാനെത്തുന്നു അജന്യ. ഹേ കൃഷ്ണ ഹരേ കൃഷ്ണ ഘനശ്യാമ മോഹന കൃഷ്ണ. 1 2 3 4. ഹേ ഘനശ്യാമ മോഹന കൃഷ്ണ ഗിരിധര ഗോപകുമാര കൃഷ്ണ गिरिधर गोप कुमारा. तामस निन्ने तामर नयना तुलसी माले दड़िया. तामस निन्ने तामर नयना तुलसी माले दड़िया. मुकुलि वरजनी कुंज कुडीरे मुरली मधुमळ चुरियाने. घनश्याम मोहन कृष्ण गिरिधर गोप कुमारा. घनश्याम मोहन कृष्ण गिरिधर गोप कुमारा. घनश्याम मोहन कृष्ण गिरिधर गोप कुमारा. आ
ഘനശ്യാമ മോഹന കൃഷ്ണ ഗിരിധര ഗോപകുമാര ഘനശ്യാമ മോഹന കൃഷ്ണ ഗിരിധര ഗോപകുമാര ശ്വാസം വീണത് എന്തൊരു ടെൻഷനായിരുന്നു ഞങ്ങൾക്ക്. ഈ പാട്ടെന്ന് പറഞ്ഞാല് ഇതാണ് ഈ പാട്ടിന്റെ അതായത് കിട്ടിപ്പോയി സംഗതിയാണ്. അതും പാട്ടിന്റെ ഫസ്റ്റ് കൊണ്ട് കൊടുത്തിരിക്കുന്നു. ഇത്ര വലിയ സംഗതി എന്റെ പൊന്നെ എന്ത് ചെയ്യും? പാട്ട് തുടങ്ങുമ്പോ വരുവോ. അതെന്താന്നറിയോ അത് ആദ്യം കൊടുത്തതിന്റെ കാരണം ഇതിന് കുറെ പേരെ ടെസ്റ്റ് ചെയ്യണം. ഇത് പാടാൻ പറ്റുന്നവരെ ആദ്യം ഇത് കൊടുക്കും. പാടി തെറ്റി കഴിഞ്ഞാൽ അടുത്ത ആള്. അപ്പൊ വളരെ എളുപ്പമായി, സമയം കളയണ്ടല്ലോ. ഒരുപാട് പാട്ട് പാടിപ്പിച്ചിട്ട് ഒന്നോടെ ചേർത്തിട്ട് പാടിയിട്ടുണ്ട്. എന്നും പാടിയിട്ടുണ്ട്. ചില സംഗതി ധൈര്യം എനിക്ക് ഇത് എന്താന്നറിയാ, ഹമ്മിങ് പാടുന്നത് ഓക്കെ, അതൊരു പ്രാക്ടീസ് ചെയ്ത് അത് പാടി. പക്ഷെ അതിന്റെ ചലഞ്ച് ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ടൊരു ലൈൻ വരുന്നുണ്ട് താഴത്തേക്ക്, അത് ശ്രുതിയിൽ വരാൻ ബുദ്ധിമുട്ടാണ്. അത് യു ഡിഡ് ഇറ്റ് പെർഫെക്റ്റ്, ബ്യൂട്ടിഫുൾ. ഇന്നൊരു വിഷയം, മറ്റേ മുകുളിത തുടങ്ങി ലാസ്റ്റ് വരെ ഒറ്റ ബ്രീത്തിൽ പാടിയത് അതും അഭിനന്ദനാർഹമാണ്. സത്യം. പിന്നെ മഞ്ജുള രൂപം അതുപോലെ ഇതിങ്ങനത്തെ സംഭവങ്ങളെല്ലാം അടിച്ചു പൊളിച്ചു. മഞ്ജുള രൂപം മാത്രമാണ് അവിടെ കറക്റ്റായിട്ട് ഒന്നും വീഴാത്തത്. അതൊരു ദൃഷ്ടി പോലെ. ഇതിലാകപ്പാടെ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് സംഗതികൾ പാടി, എക്സ്പ്രഷനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വാക്കുകളും കൂടി കുറച്ചും കൂടി സ്പഷ്ടമായിരുന്നാൽ ഇതും ഇടിച്ച് കയറി പിന്നെ കൂടെ പോകും. ഗൺ ഷോട്ട് പോലെ. ഇത് തന്നെ അജന്യ എങ്ങനെ പാടി അല്ല, അങ്ങനെയൊന്നുമല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞതാണ്. ഇത് നോട്ട് ഫോർ ദിസ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. ഇതിനെ കുറിച്ച് പറയുമ്പോ വേറെ കാര്യം അറിയോ മീനാക്ഷി? മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ പെയ്തോണ്ടിരിക്കുക, ഇപ്പോഴും പെയ്തോണ്ടിരിക്കുക. പാടി മഴ പെയ്ച്ചു. അജന്യ പാടി മഴ പെയ്ച്ച പോലെ ഈ വേനൽക്കാലത്ത് ഇങ്ങനെ ഒരു മഴ പെയ്തു. എന്നാൽ ഇത് ഒറിജിനലി പാടി തീ കത്തിച്ച പാട്ടാണ്. ഒരു സ്റ്റുഡിയോ തന്നെ കത്തിപ്പോയി. ആണോ? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ കഥ. പക്ഷെ ഈ പാട്ട് പാടിയിട്ടാണത്. ഈ പാട്ട് പാടി പാക്ക് ചെയ്ത് പോകുമ്പോഴാണ് തീ കത്തിപ്പോയത്. ഒരു തിയേറ്ററിന്റെ അത്രയും പവർഫുൾ സോങ് ആണ് ഇത്. മീഡിയ ആർട്ടിസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ്, അന്നത്തെ ഏറ്റവും നല്ല സ്റ്റുഡിയോ. എനിഹോ അതൊക്കെ ഓക്കെ. അവിടെ തീ കത്തി, പക്ഷെ അജന്യ അത് പാടി മഴ പെയ്ച്ചു. ഇത് രണ്ട് സംഗീതത്തിനെ കൊണ്ട് പറ്റും അല്ലേ? തന്നെ അല്ല, മഴ പെയ്യുന്ന കാര്യം പറഞ്ഞപ്പം എൻ്റെ ഗുരുജി ഉണ്ടല്ലോ, ഇവന്റെ മഹാഗുരുജി, അതായത് എൻ്റെ ഗുരുജി ഡോക്ടർ ബാലമുരളീകൃഷ്ണൻ, അദ്ദേഹം ആ സെനറ്റ് ഹാളിൽ ആ ഒരു ഏരിയ മാത്രം അമൃതവർഷിണി പാടി, ആ ഒരു ഏരിയ മാത്രം മഴ പെയ്തു. ഈ മഴ പെയ്ച്ചു എന്നുള്ള കഥ ഗുരുജിയുടെ ഒരു 80th ബർത്ത്ഡേക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഞങ്ങളുടെ രഞ്ജി തൊട്ടുള്ള ഞങ്ങളുടെ ശിഷ്യര് പാടാൻ പോവാ. ഫസ്റ്റ് അദ്ദേഹത്തിന്റെ അമൃതവർഷിണി സാർ ബാല ഗോപാലമോ സബലോന മുരളീ ഗാനമോ ഇത് പാടുകയാണ്. ഗാനാമൃതവർഷിണി ക്ഷീണി ഗാനാമൃതവർഷിണി
പസനി സ പമ പസ ഗമ പസനി സനി മ പഗനി സ പസനി മ പ ഗമ സ ഗമ ഭഗവാനേ. ഇങ്ങനെ ഇതെങ്ങനെ പാടുകയാണ് എങ്ങനെ പെയ്യാതിരിക്കും മഴ? ഇതിങ്ങനെ പറഞ്ഞ ഗുരുജി മഴ പെയ്ച്ച കാര്യമെല്ലാം പറയില്ലേ ഈ പിള്ളേരെ ഞങ്ങളുടെ ശിഷ്യരെ പാടുകയാണ്. ആ നേരം ഒക്കെ മുമ്പിലേക്ക് ഇങ്ങനെ അങ്ങ് മഴ ഇങ്ങനെ കൊട്ടി ചുട്ട് പഴുത്തിരിക്കുന്ന ചെന്നൈക്ക് ആശ്വാസമായിട്ട് ആ സ്ഥലത്ത് മാത്രം മഴ, ആരും വിശ്വസിക്കില്ല. പക്ഷെ ഞങ്ങൾക്കത് അന്ന് ആ കഥയും കൂടെ കേട്ടത് പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനും പറ്റി. അജന്യ എന്താടോ എനിക്ക് എന്തൊരു സന്തോഷാന്നറിയോ, ഞാൻ എങ്ങനെയെങ്കിലും താൻ പാടാൻ വേണ്ടിട്ട് ഇവിടെ ദൈവമേ പാടൂലേ, പാടുവോ ഈ പാട്ട് പാടിക്കൊണ്ട് ദൈവമേ ഈ ലാസ്റ്റ് മിനിറ്റ് ഈ കുട്ടി എന്തിനാണ് ഈ പാട്ട് പാടുന്നതെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് വിഷമിച്ചോണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ സാർ അവസാനം പാടട്ടെ, അവള് പാടിയാലോ എന്നും പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്നതാണ് ഈ കണ്ട്. ഞാൻ എവിടെയോ പാടിക്കളഞ്ഞു, ഞെട്ടിച്ചളഞ്ഞു ഞങ്ങളൊക്കെ. ആസാദ്യമായി ദൈവമുണ്ട് ഇന്ന്. അജന്യ കുറച്ച് ഇമോഷണൽ ആയി. ഞാനൊരു ആഡ് ഓൺ പറഞ്ഞോട്ടെ. പറയൂ. പാട്ട് അസാധ്യമായിട്ട് പാടി, അതിനെ സപ്പോർട്ട് ചെയ്തുള്ള ഓർക്കസ്ട്ര സ്ട്രിംഗ് സെഷൻ. അല്ലല്ല ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. ഞങ്ങള് കൈയടിച്ചു പോയി. ഞാൻ ശരിക്കും സ്ട്രിംഗ് സെഷൻ വാസ് അടിപൊളി. അതുപോലെ ഈ പാട്ട് ഗംഭീരമായി കോറസ് സപ്പോർട്ട് ചെയ്തു. ഒരു പാക്കേജ് പോലെയായിരുന്നു ഈ സോങ് ശരിക്കും പറഞ്ഞാൽ. അച്ചോടാ. അയ്യോ ഡോൺ ക്രൈ, കരയാതെ മോളെ കരയാതെ. ഈ ഷെഡ്യൂളിലെ എല്ലാ പാട്ടുകളും വിചാരിച്ച പോലെ പകുതി പോലും പാടാൻ പറ്റിയില്ല. ചേച്ചി എനിക്ക് കഴിഞ്ഞ പാട്ടിന് പറഞ്ഞത് ഇപ്പോഴും ഉള്ളിലിരിക്കുക. എനിക്ക് ഈ പാട്ട് നീ നന്നായി പാടണമെന്നുണ്ടായിരുന്നു. അജന്യ ഇതെല്ലാം അജന്യ എന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും. അപ്പോൾ എനിക്ക് ചേച്ചിനെ ഒന്ന് പാടി കേൾപ്പിക്കണമായിരുന്നു. എനിക്ക് സെമി ഫൈനൽ ഒന്നും പ്രശ്നമല്ല, എനിക്ക് നിങ്ങൾ മൂന്നുപേരെ ഒന്ന് ഞാൻ പഠിച്ചതുപോലെ പാടി കേൾപ്പിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3 പാട്ടും, പക്ഷെ അത് 2 പാട്ടും എനിക്ക് അങ്ങനെ പാടാൻ പറ്റിയില്ല. ഇതെന്തായാലും പറ്റില്ല എന്ന് വിചാരിച്ചായിരുന്നു തുടങ്ങിയത്. അത് പറ്റിയില്ലെങ്കിൽ ഇതെങ്ങനെ പറ്റുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു തുടങ്ങിയത്. മോളെ ഒരു കാര്യം പറയാം. ഇത് അസാധ്യമായിട്ട് പാടി 5 മിനിറ്റ് എന്നുള്ള അവിടെ നിൽക്കുന്ന ഒരു നേരം ഉണ്ടല്ലോ, അത് പാരണം. നമുക്ക് മനുഷ്യരാണ്, നമുക്ക് ആ നേരം 5 നിമിഷം പൂർണ്ണമായിട്ട് ഒരു ഭാഗ്യം, ഒരു ദൈവാനുഗ്രഹം എല്ലാം കൂടെ തുണയ്ക്കണം. അതിന് എന്തൊക്കെ നമ്മൾ എത്ര വലിയ ആൾക്കാരാണെങ്കിലും ആ ഒരു 5 മിനിറ്റ്. സോ അതുകൊണ്ട് ഡോൺ വറി കേട്ടോ. ഇത് ഇപ്പൊ പാടിയല്ലോ, ഇതേപോലെ അങ്ങ് മനസ്സിൽ വിചാരിച്ച് പാടിയാലേ. സന്തോഷിക്കൂ, അർമാദിച്ചാട്ടെ, സന്തോഷിച്ചാട്ടെ. എനിക്ക് നിങ്ങൾ 3 പേരും ഇങ്ങനെ പറഞ്ഞാൽ തന്നെ വലിയ അവാർഡാണ്. വിന്നറായത് പോലെയുണ്ട്. അത്രയും സന്തോഷം. എനിക്ക് ഒന്നും വേണ്ട. ശരി, നമുക്ക് മെന്റേഴ്സിന്റെ മാർക്ക് അറിയാം. മെന്റേഴ്സിന്റെ മാർക്സ് ജഡ്ജസിനെ അറിയിച്ചോളൂ. അതിനുശേഷം നമുക്ക് ജഡ്ജസിന്റെ മാർക്സ് അറിയാം. അജന്യ ചേച്ചി, I'm so glad to say that you have scored 98 out of 100. സന്തോഷായില്ലേ? ഒരുപാട് ഈ പാട്ടിന് ഞാനിത് പ്രതീക്ഷിച്ചേ ഇല്ല. മറ്റേതിന് ഞാൻ എന്റെ മാക്സിമം കൊടുത്തു, പക്ഷെ ഈ സ്റ്റേജിൽ എനിക്കത് എന്താ അറിയില്ല, ഒരു ചേച്ചി പറഞ്ഞ പോലെ 5 മിനിറ്റ് എനിക്ക് പറ്റിയില്ല. പക്ഷെ ഇത് സർപ്രൈസ് ഹാപ്പി എല്ലാമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മീനാക്ഷി. നമ്മൾ ഇനി ഒരു ഡ്യുവറ്റ് റൗണ്ടിലോട്ട് കടന്നാലോ? കടക്കാം. ലെറ്റ്സ് വെൽക്കം ദിവ്യ. ഹായ് ദിവ്യ. ഹായ്. ഏത് പാട്ടാ പാടാൻ പോണേ? അമ്പലപ്പുഴ. ഉണ്ണിക്കണ്ണനോട് നീ. ഓക്കെ, ആരാ കൂടെ പാടാൻ വരുന്നേ? ശാന്തിനി. ഒന്നുകൂടെ വരാൻ പോവാണ്. ശാന്തിനി, ലെറ്റ്സ് വെൽക്കം ശാന്തിനി. ഹലോ ശാന്തിനി. ഹലോ. റെഡിയാണോ? അതെ. ഓൾ ദി ബെസ്റ്റ്.
ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം ഇല്ലയോതി വന്നുവോ. നല്ലോലക്കുടയിൽ ഞാൻ കൂട്ടു നിൽക്കാം. വേലി പിന്നായി നീ വരുമ്പോൾ നല്ലോലക്കുടയിൽ ഞാൻ കൂട്ടു നിൽക്കാം. തുളസീദളമായി തിരുമലരടികളിൽ വീണെന്നമ്പലപ്പുഴെ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെയോതി വന്നു. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. പ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. ഔസേപ്പച്ചൻ സാർ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഇഷ്ടമായി. സാറ് വികാരഭരിതനായിട്ട് പറഞ്ഞുണ്ടോ? നല്ല ഫീലായിരുന്നു കേട്ടോ. രണ്ടുപേരും നന്നായിട്ട് പാടി. അതിനു മുമ്പ് വയലിൻ ബിറ്റ്സ് വായിച്ചത് അത് ഞാൻ ആദ്യം പറയട്ടെ. ദേ പ്ലേഡ് വിത്ത് ലിറ്റിൽ ബിറ്റ് ഓഫ് കർണാട്ടിക് ടച്ച്. അത് ദാറ്റ് വാസ് എക്സലന്റ്. ഗ്രൂപ്പ് വയലിനിൽ കർണാട്ടിക് വായിക്കുമ്പോൾ ഒരുമിച്ച് വായിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ദാറ്റ് ദേ ഹാവ് ഡൺ ഇറ്റ് വെരി നൈസ്ലി. പ്ലെയിൻ നോട്ട്സും വായിക്കാം ആ ബിറ്റൊക്കെ, പക്ഷെ ദേ ഹാവ് പ്ലേഡ് ദറ്റ് ഒറിജിനൽ കർണാട്ടിക് സ്റ്റൈൽ. പിന്നെ ഗിറ്റാർ ഒരു രക്ഷയില്ല. ഫ്ലൂട്ട് വായിച്ചത് കേൾക്കാനേ പറ്റില്ല, അങ്ങനെ ശ്രുതി ചേർന്നിട്ടായി വായിക്കുന്നത്. ബ്ലെൻഡാണ് ഫ്ലൂട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. എനിക്ക് ഐ ഡോണ്ട് നോ. ഞാൻ എപ്പോഴും ഇവിടെ വന്നിരിക്കുമ്പോൾ ടു ബി വെരി ഫ്രാങ്ക് നോട്ട് സേയിങ് എനിത്തിങ് എനിക്ക് മനസ്സിൽ വെച്ചോണ്ടിരിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് ഐ ഓൾവേസ് ഫീൽ ഞാൻ ഒരു പ്രോഡിജിയുടെ പ്രസൻസിലായിരിക്കണം എന്ന് തന്നെ. രാജേഷ് ചേട്ടനെ എവിടെ കണ്ടാലും ഞാനിങ്ങനെ ഒരു പ്രോഡിജിയുടെ പ്രസൻസിലിരിക്കണ പോലത്തെ ഫീലിംഗ് ആണ് സത്യം. ഐ ഫീൽ ഓണേർഡ് ടു ബി സിറ്റിംഗ് ഇൻ ദ സെയിം റൂം ആസ് ഹിം. ഭയങ്കര രാജേഷ് ചേട്ടാ അതുകൂടി നമസ്കാരം. ശാന്തിനി പാടുമ്പോൾ ഉള്ള സുഖം എന്താണെന്നറിയോ? യുവർ വേ ഓഫ് പ്രൊനൗൺസിങ് ദ വേർഡ്സ്, ടോൺ, സൗണ്ടിൻ്റെ ടോൺ കൺട്രോൾ. അനാവശ്യമായിട്ട് വാക്കുകളെ മറ്റൊരു സ്ലാങ്ങിലേക്ക് കൊണ്ടുപോകുന്നില്ല. അതിനെന്താണോ വേണ്ടത്? പ്യുവർ മലയാളം, എല്ലാവർക്കും, കേരളത്തിലുള്ള എല്ലാവർക്കും കേട്ടാൽ മനസ്സിലാവുന്ന ഒരു സ്ലാങ്ങിലാണ് അത് പാടുന്നത്. നമ്മളുടെ പേഴ്സണലായിട്ട് ചിലപ്പോൾ വർത്താനം പറയുമ്പോൾ മീനാക്ഷി ചുഞ്ചിരി ചുഞ്ചിരി എന്നൊക്കെ പറയുന്നത് അത് തമാശയ്ക്ക് പറയാം. പാട്ടിൽ അത്രയും വരാൻ പാടില്ല, അങ്ങനത്തെ നുവാൻസസ് വരാൻ പാടില്ല. ദാറ്റ് വിൽ ബി, യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സേയിങ്. സർ, ഞാൻ ഇപ്പോ ഫൈനൽ ഇയർ LLB സ്റ്റുഡന്റ് ആണ്. കേസ് കൊടുക്കോ? അപ്പോ ആദ്യമായിട്ട് ക്ലാസ്സിൽ ചെന്നപ്പോ ഞങ്ങൾക്കൊരു അലിയാർ സാറുണ്ട്. സാറ് പറഞ്ഞു, നമ്മൾ പറയുന്ന വാക്കുകളെല്ലാം മനസ്സിലാകണം. നാളെ കേസ് എടുക്കുമ്പോഴും ജഡ്ജിക്ക് നമ്മൾ പറയണ എല്ലാം മനസ്സിലാക്കണം. നമ്മ ഒരാൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുകയാണ്. അപ്പൊ തൊട്ടാണ് വാക്കുകൾക്ക് നല്ല പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കി. സംസാരിക്കുന്നത് അത് തന്നെ
നല്ല ഭാവിയുണ്ട്. ദിവ്യ ആൾസോ സാങ് വെരി നൈസ്ലി. താങ്ക് യു സർ. ബട്ട് ഓപ്പണിങ് നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ കൂട്ട് നന്നായാൽ നമ്മൾ നന്നാവും എന്ന് പറയുന്നതും കൂടി എനിക്കിവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ദിവ്യ പാടി തുടങ്ങുമ്പോൾ നന്നായിട്ട് തന്നെ പാടുന്നത്, പക്ഷെ എങ്കിലും ഒരു ലിറ്റിൽ ബിറ്റ് ഫീലിൻ്റെ എവിടെയോ കിടന്ന് ആ വാക്കുകൾ ഉച്ചരിക്കുന്നതിൽ എന്തോ ഒരു ചെറിയ ഷേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തൃപ്രസാദവും മൗന ചുംബനങ്ങളും ശാന്തിനി പാടി. അത് കഴിഞ്ഞിട്ട് വെൻ യു സാങ് ബ്യൂട്ടിഫുൾ. അതാണ് മുല്ലപ്പൂമ്പിടി കല്ലല്ല കേട്ടോ, കല്ലല്ല. മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും മറ്റൊരു പൂവിനും സൗരഭ്യവും. അതെ, ശാന്തിനി എന്തൊരു ആർട്ടിസ്റ്റാടോ താൻ. ദിവ്യ രസലായിട്ടോ, നന്നായി പാടി. എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ലുക്കിംഗ് വെരി പ്രിട്ടി. ഇതിൽ എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. നല്ല മനോഹരമായിരുന്നു ദി എൻറ്റയർ എക്സ്പീരിയൻസ്. അതിൽ കൂടുതലൊന്നും ഞാൻ പറയാം. ഓൾ ദ വെരി ബെസ്റ്റ്. രണ്ടുപേരും പാടിയത് നന്നായിരുന്നു. ബട്ട് ചാന്ദിനിയിൽ നിന്ന് ഞാൻ ഇത്രയും ഒരു എക്സ്പെക്ട് ചെയ്യില്ല. കാരണം വളരെ അച്ചടക്കത്തോടെ സൈലന്റ് ആയിട്ട് നിന്ന് സാറ് പറഞ്ഞ പോലെ ആ ഉച്ചാരണവും ഇതെല്ലാം വളരെ, അത് നമ്മുടെ ഹൃദയത്തിലേക്ക് തട്ടുന്ന രീതിയിൽ വളരെ നന്നായിട്ട് അതൊക്കെ ആ സംഗതികളൊക്കെ അതിന്റെ കൂടെ ചേർന്ന് വളരെ നൈർമല്യമായിട്ട് എടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ദിവ്യ നന്നായിട്ട് പാടി. ചിലയിടത്താണ് ഒരു അതിലേക്ക് എത്താൻ ഒരു ശ്രുതി പ്രോബ്ലം വന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ചരണങ്ങൾ ഇതെല്ലാം നന്നായി പാടി. ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്കൽ ലൈഫിലെ ഈ പെർട്ടിക്കുലർ റൗണ്ട് നിങ്ങളല്ല മത്സരിക്കുന്നത്. നിങ്ങൾ മത്സരിക്കുന്നത് കണ്ടസ്റ്റൻസ് ആയിട്ടല്ല, ഓർക്കസ്ട്ര ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവര് നന്നായിട്ട് എവിടെയെങ്കിലും തെറ്റിച്ചാൽ നിങ്ങൾക്ക് സ്കോർ കിട്ടുന്ന പോലെയാണ്. പക്ഷെ അത് ഭയങ്കര നല്ല, കാരണം വെച്ചാൽ അത്ര ഗംഭീരമായിട്ട് അവർ വായിച്ചിരിക്കുന്നത്. സോ ആ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ തന്നെ നമുക്ക് പാടാൻ തോന്നും. സോ That is true. Very true. Try to improve your pronunciation of, not yours, her. ദിവ്യയുടെ തലയാട്ടുന്നത് ശാന്തിനി പറയുന്നത് കേൾക്കുന്നില്ലേ? യു ആർ റൈറ്റ് പറഞ്ഞത്. ഞാൻ തലയാട്ടിയിരുന്നു. അതെ, അത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട്. അപ്പൊ ഈ ശ്രുതി പോയതൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കില്ല, കാരണം നമ്മൾ അറിയത്തില്ല. അത്രയും സുഖം ഉണ്ടായില്ലേ. ഇതിപ്പോ വാക്കുകളുടെ ഈ ഒരു ചെറിയത് ഇനി നീട്ടുന്നില്ല. മാർക്കിലേക്ക് കിടക്കാം. ശാന്തിനി എത്ര മാർക്ക് കിട്ടുമായിരിക്കും ദിവ്യക്ക്? 98. ഞാൻ സ്വന്തം മാർക്കല്ല ചോദിച്ചത്. 95.5. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ശാന്തിനി. ജഡ്ജസ്, അങ്ങനെ നമ്മുടെ സെമി ഫൈനൽ ഘട്ടത്തിലെ കോമ്പറ്റീഷൻ അവസാനിച്ചിരിക്കുന്നു. 3 റൗണ്ടുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആ പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിട്ട് പോവാണ്. നിങ്ങൾ ആ പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറഞ്ഞ എലിമിനേഷൻ ആയിരിക്കും. അതെ. അതിനു മുമ്പ് എനിക്കൊരു ചെറിയ കാര്യം പറയാൻ. പറഞ്ഞോളൂ. നമ്മളിവിടെ ഈ റൗണ്ടിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇതുവരെയ്ക്കും ഒരു ഷോയിലും കാണാത്ത പോലെ ഇവിടെ നിന്ന് എലിമിനേറ്റ് ആയി പോയവരുണ്ടായിരുന്നു. നമ്മൾ എലിമിനേറ്റ് ചെയ്ത് പോയവരിൽ 8 പേര് ഇവിടെ വന്ന് നമ്മളോട് സഹകരിച്ചു. അഞ്ജു, അർച്ചന, ആര്യ, അശ്വിനി, ആയിഷ, ഭാഗ്യലക്ഷ്മി, ഗ്രീഷ്മ, ശ്രീലക്ഷ്മി, 8 പേര്. ഇന്ന് ശാന്തിനി നമുക്ക് ഒരു ഗസ്റ്റായിട്ട് ഇവിടെ വന്ന് നമ്മളുടെ അടുത്ത് അതിമനോഹരമായിട്ട് പാടി. അത് നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞു. ശാന്തിനി വെരി എക്സലന്റ്ലി ഷീ സാങ്. ആ ഗസ്റ്റിന് ഞങ്ങളുടെ വക ഒരു വലിയ പൂച്ചെണ്ടും ഞങ്ങളുടെ വലിയൊരു നന്ദിയും അറിയിക്കുകയാണ്. കാരണം ഇത്രയൊക്കെ ഷോയിൻ്റെ പുറത്തുള്ള ഒരാൾ വന്നിട്ട്, അതായത് നമ്മളൊരു സെലിബ്രിറ്റീനെ വിളിക്കുന്ന പോലെ വന്ന് പാടി, ഗംഭീരമായിട്ട് പാടി. അത് നമ്മളുടെ ഷോയിന്, ഈ നമ്മുടെ കണ്ടസ്റ്റൻസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരും നന്നായി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അവർക്കും പറ്റി. സോ വി ആർ സേയിങ് എ ഗ്രേറ്റ് താങ്ക്സ് ടു ഹർ. പക്ഷെ ബാക്കി 8 പേർക്ക് ഒരു ചെറിയ പണി. അതിൽ നിന്ന് ഏറ്റവും ഞങ്ങളെ തൃപ്തിപ്പെടുത്തിയ ഒരാളെ ഞങ്ങൾ ഇതിലേക്ക് തിരിച്ചെടുക്കുന്നുണ്ട്. ആരായിരിക്കും? അതായത് ഒരു സർപ്രൈസ് വൈൽഡ് കാർഡ് എൻട്രി ആണത്. നമുക്ക് ലാസ്റ്റ് മിനിറ്റ് നമുക്ക് തോന്നി ഇത്രയും നന്നായിട്ട് പാടുന്ന നമ്മൾ എന്തായാലും ഫിനാലയിലേക്ക് പോവുകയാണ്. സെമി ഫൈനൽസ് കഴിഞ്ഞു. അപ്പൊ ഇത്രയും പാടിയവരിൽ നിന്ന്
ഞങ്ങൾ 3 പേർക്കും വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങളൊരു നിവേദനം വെച്ചു. അത് ഓക്കെ ആയി. നിവേദനം അങ്ങോട്ട് വെച്ചു, ഇങ്ങോട്ട് തന്നതൊക്കെ പിന്നെ നിങ്ങൾ അറിഞ്ഞാൽ മതി. എന്തായാലും അത് പ്രകാരം ഒരാളെ ഞങ്ങൾ സെലക്ട് ചെയ്തു. വൈൽഡ് കാർഡ്. വൈൽഡ് കാർഡ്. റിസൾട്ട് ഇപ്പൊ പറയാൻ പോവാണ്. പറയണോ വേണ്ടെന്ന് We are excited. Yes. നിങ്ങൾക്ക് ഒരാൾക്ക് ചാൻസ് ഉള്ളൂ. ഉള്ള കാര്യം പറയാം, ഒരൊറ്റ ആൾക്കേ ചാൻസ് ഉള്ളൂ. 2 പേർക്കില്ല. ആ ഒരാൾക്ക് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? യു വിൽ ബി ഹാപ്പി. യു വിൽ ബി ഹാപ്പി. എന്തത് ഭയങ്കര സങ്കടമായിട്ട് നിങ്ങളുടെ ആര്യ സപ്പോർട്ട് ഇല്ലേ ഒരാളെടുക്കുന്നതില്? മുഖം കണ്ടു കഴിഞ്ഞാൽ കടന്നിൽ കുത്തിയ പോലെ ഉണ്ട്. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി പരിപാടി പറ്റില്ല. കോമ്പറ്റീഷനിൽ പാടിക്കഴിഞ്ഞാൽ വീണ്ടും ഇവർ ഇതേപോലെ തന്നെ എലിമിനേഷനിൽ ഫ്രീ ആയിട്ട് വന്ന് പാടിയത് കൊണ്ടാണ് ഇവരുടെ കഴിവ് ഇത്രയും പുറത്തേക്ക് വന്നിട്ടുള്ളത്. നിലവിലുള്ള കണ്ടസ്റ്റൻസിന് താല്പര്യമുണ്ടോ ഒരാളെ കൊണ്ടുവരാൻ? അങ്ങനെ ഒരാളെ കൊണ്ടുവരുമ്പോ അവിടെയുള്ള ആരെങ്കിലും ഒരു പുറത്തേക്ക് ആക്കണമെന്നോ? അങ്ങനെയല്ലോ. അതിനെ ബേസ് ചെയ്ത് പുറത്തേക്കല്ല, നമ്മുടെ നോർമൽ നന്നായി പെർഫോം ചെയ്താൽ അവരിൽ ഒരാൾ പുറത്തു പോകുന്നു. അപ്പൊ ഇനി പേര് പറയാനായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കൗണ്ട് ഉണ്ടോ? പേര് 1 2 3 4 ആണോ? 4 തുടങ്ങാം. 4 3 2 1. ആര്യ കടന്നു. വാ ബാക്കി നമുക്ക് അവിടെ തൊട്ട് കരയാം. ആര്യ ഹാപ്പി ആയോ? ആര്യ ഇവിടെ പാടാൻ വന്നപ്പോ ആര്യ വിചാരിച്ചിരുന്നു എങ്ങനെയൊക്കെ നടക്കുന്ന വിചാരിച്ചു. അതാണ് നമ്മുടെ ജീവിതം എങ്ങനെയാണ്. ഈ വാർത്ത വന്നപ്പോ തന്നെ ആര്യയുടെ മുഖത്ത് നോക്കിയപ്പോഴത്തേക്കും ആര്യ മാത്രമാണ് വേറൊരു എക്സ്പ്രഷൻ. അത് വേറെ ഒന്നുണ്ടല്ല, ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടി നന്നായിട്ട് പാടാമായിരുന്നല്ലോ. Anyway, congratulations, Arya. Yes, congratulations. What do you want to say? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവിടുന്ന് പോയതിൽ ഭയങ്കര സങ്കടമായ ഒരു വ്യക്തി താനായിരുന്നു. നന്നായിട്ട് പാടിയിട്ടുണ്ട്. മാർജിനൽ ഡിഫറൻസ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് ഒരാളിൽ എടുക്കാൻ പറ്റുള്ളൂ. അരിച്ചു കുറിച്ച് അവള് ഡിസർവ് മുഴുവതായിരുന്നു. ആരെടുക്കണം. ഓരോ പെർഫോമൻസ് നിങ്ങൾ പാടുന്നതൊക്കെ ഞങ്ങൾ വീണ്ടും വീണ്ടും റീവൈൻഡ് ചെയ്ത് ശ്രദ്ധിച്ചു. പക്ഷെ ആര്യ ഒരു കാര്യം, ഞാൻ പറഞ്ഞ ഒരു കാര്യം മാത്രം, യു ക്യാൻ സിങ് മച്ച് ബെറ്റർ ദാൻ ദിസ്. അത് വാക്കായിരിക്കണം. ഓക്കെ, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു കംബാക്ക് എന്ന് പറയാൻ. ആയിരിക്കും ഇവിടെ ചെയർ ഇല്ല ഇനി. അത് ഇതുവരെ ലോകത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കണേ? ഒരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ ഓക്കെ. പറഞ്ഞപ്പോ എനിക്ക് എന്റെ കയ്യിൽ നിന്ന് പോയി, അതാണ് കരഞ്ഞു പോയത്. അപ്പോ യു ക്യാൻ ഗോ ആൻഡ് ടേക്ക് യുവർ സീറ്റ് അമംഗ് ദ contestants. ഇനി നിങ്ങൾ വന്ന് പാടിയല്ലോ, നിങ്ങളോട് താങ്ക്സ് പറയാൻ. നിങ്ങൾ വന്ന് പാടിയതിനല്ല, നിങ്ങൾക്ക് വന്ന് പാടാൻ ഇഷ്ടമുണ്ട്, പക്ഷെ നിങ്ങൾ വന്ന് നന്നായി പാടി. അല്ല സർ, അവള് അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. ഭയങ്കര സങ്കടം വന്നു. അപ്പൊ വിളിച്ചപ്പോ നല്ല സന്തോഷായി. അതുമാത്രല്ല, നിസരിന്റെ
ബെസ്റ്റ് ഫ്രണ്ട് അവള്. അയ്യോ. നേരത്തെ ഞാനത് പറയാൻ വന്നതായിരുന്നു. ദൂരെ കിഴക്കുതിക്കിന് പാട്ട് വന്ന സമയത്ത് ഞാൻ പറയാൻ വന്നായിരുന്നു. പക്ഷെ അവര് സംസാരിക്കുന്നതിന്റെ ഇടയിൽ അത് പറയാവോന്ന് അറിയില്ലല്ലോ. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അവർ അത്ര നല്ല ഫ്രണ്ട്സാ. അത് ഭയങ്കര സന്തോഷമായി. Okay. Your spirit is a big example for everyone. അങ്ങനെ ഇരിക്കണം മക്കളെ. അവിടെ ഉണ്ടോ നിസരി? ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ലോകം എത്ര നിസരിയുടെ നന്നായി. മടിയിൽ ആരും ഇരിക്കുന്നത് നിസരി ഉണ്ടോന്നോ? അല്ല നിസരി ഒന്ന് നിക്കാവോ? എനിക്ക് നിസരിയുടെ മടിയിലാണ് സാരി. മനസ്സിലായി. ഒരമ്മ വെച്ച മക്കൾ. അതായത് അത്രയും കൂട്ടുള്ളതുകൊണ്ട് നിസരി വാട്ട്സ് യുവർ ഹാപ്പി ആയോ നിസരിയെ? ഭയങ്കര ഹാപ്പിയാണ് സർ. ദിവസം ഒരു 3 പ്രാവശ്യം വീഡിയോ കോൾ വിളിക്കും. ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ചേച്ചി അടുത്ത പാട്ട് എന്താ എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര എന്താ പറയാ, എനിക്ക് അറിയില്ല. വീഡിയോ കോൾ ഒന്നും വേണ്ട, നേരിട്ട് സംസാരിക്കാം. ഇനി നമുക്ക് ചോദിക്കാനുള്ളത് വേറെ 2 പേരോടാണ്. അവരാണ് ഇവരെ ഈ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു ജഡ്ജ്മെന്റിനെ പറ്റി അവർക്ക് എന്താ പറയാനുള്ളത്? രാധിക, നമ്മുടെ മുഫി ആൻഡ് രാധി. വാട്ട് ആർ യു സേയിങ്? യു ആർ ആസ് ഇമ്പോർട്ടന്റ് ആസ് us. മുഫു രാധു. ഒരുപാട് സന്തോഷം. നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ ചില സമയത്ത് അത്ര നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് മാത്രം ഔട്ടായി പോയവരാണ് കുറെ പേരും. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഘട്ടത്തിന്റെ എലിമിനേഷൻ റൗണ്ടിലേക്ക് കടക്കാനുള്ള സമയമായി. അപ്പൊ ആരൊക്കെയാണ് ഡേഞ്ചർ സോണിൽ എത്തി നിൽക്കുന്നതെന്ന് ജഡ്ജസ്. ഓക്കെ സർ, അപ്പൊ നമുക്ക് എന്തായാലും ഈ ഘട്ടത്തില് ഡേഞ്ചർ സോണിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കാണ്. ആരൊക്കെയാണ് ഈ ഘട്ടത്തിൽ ഡേഞ്ചർ സോണിൽ എത്തിയിരിക്കുന്നതെന്ന്, മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് എത്തിയിരിക്കുന്നതെന്ന് ജഡ്ജസ് പ്ലീസ്. ഞാനും രഞ്ജിനിയും പറയാം. ആദ്യത്തെ ആള് ദിവ്യ. രണ്ടാമത്തെ ആള് അർഷിത. മൂന്നാമത്തെ ആള് പ്രവീണ. നാലാമത്തെ ആള് പാർവതി. അഞ്ചാമത്തെ ആള് അജന്യ. നിങ്ങൾ 5 പേരാണ് ഇപ്പോൾ ഡേഞ്ചർ സോണിൽ എത്തി നിൽക്കുന്നത്. എന്തൊക്കെയാണ് പറയാനുള്ളത്? ഫ്ലവേഴ്സ് മ്യൂസിക്കൽ വൈഫ് ടീമിന് എല്ലാവർക്കും നന്ദി. രജി സാറിന് നന്ദി, ജഡ്ജസിന് നന്ദി, ഗ്രൂമേഴ്സിന് നന്ദി, ഓർക്കസ്ട്ര ടീം, നിങ്ങൾക്ക് 2 പേർക്കും, എൻ്റെ പ്രിയപ്പെട്ട കണ്ടസ്റ്റൻസ് എല്ലാവർക്കും നന്ദി. സങ്കടമൊന്നുമില്ല, ഇത്ര എത്താൻ പറ്റിയിൽ തന്നെ ഭയങ്കര സന്തോഷം. ഞാൻ ഇവിടുന്ന് ഓരോ സ്റ്റേജിൽ നിന്നും ജഡ്ജസ് പ്രത്യേകിച്ചും ഔസേപ്പൻ സാറൊക്കെ പറയുന്ന കാര്യങ്ങൾ അതുപോലെ എടുത്ത് ഇവിടെ തന്നെ ട്രൈ ചെയ്യാറാണ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ചെറിയ പാളിച്ചകളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്നെ പഠിപ്പിച്ച ഗുരുനാഥനെ എനിക്ക് ഈ വേദിയിലേക്ക് കൊണ്ടുവരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാറിന് ഇന്നും വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് സാറിനെയും കൂടി ഞാൻ ഇത്രയും എനിക്ക് എത്താൻ പറ്റിയത് സാറിൻ്റെ ഒക്കെ ഒരു പ്രാർത്ഥന കൊണ്ടാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. അർഷിത, ഇങ്ങനൊരു പരിപാടി ഞങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഫ്ലവേഴ്സ് ടിവിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത്രയും വലിയ ജഡ്ജസ് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഇത്രയും വലിയ മ്യൂസിഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. 2 പാട്ടെങ്കിൽ അവരെ കൂടെ പാടാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. പിന്നെ ഗുരുക്കന്മാര്, എൻ്റെ ആദ്യത്തെ ഗുരു എൻ്റെ മമ്മിയാണ്. അപ്പോൾ മമ്മീനെ ഓർക്കുന്നു. പിന്നെ എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരെയും ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൂമേഴ്സ്, പിന്നെ ചേച്ചി, എനിക്ക് രഞ്ജിനി ചേച്ചീനെ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചീനെ കാണാൻ പറ്റി. ചേച്ചി കുറെ അഡ്വൈസസ് തന്നു. അതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ വലിയ നേട്ടങ്ങളാണ്. ഇനി ഇവിടുന്ന് പോയാലും പോകുന്നത് സെമി വരെ എത്തിയല്ലോ, അതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് സന്തോഷമുള്ളൂ, വിഷമങ്ങളൊന്നുമില്ല. താങ്ക് യു. താങ്ക് യു അർഷിത. പ്രവീണ, ഒരുപാട് നന്ദിയുണ്ട്. കാര്യം ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ലൈഫിൽ ആദ്യമായിട്ടാണ്. ടീച്ചിങ് പ്രൊഫഷൻ മാത്രമായിരിക്കും എന്ന് വിചാരിച്ച് ഒരിടത്തു നിന്നാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കണേ. സെമി ഫൈനൽ വരെ ഒരു റിയാലിറ്റി ഷോയിൽ ഇപ്പൊ ഇന്നത്തെ എല്ലാ റൗണ്ട്സും പാടിക്കഴിഞ്ഞപ്പോൾ ടോട്ടല് ഞാൻ ഇവിടെ 11 പാട്ട് പാടി. ഈ ഫ്ലോറിൽ 1-2 പാട്ട് പാടാൻ പറ്റും എന്നതിനപ്പുറത്തേക്ക് സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല സത്യത്തില്. എന്ത് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും എല്ലാം അത് ബോണസാണ് സത്യത്തില്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഇവിടുത്തെ ഔസേപ്പച്ചൻ സാറിന്റെ നിലാപ്പൈതലേ എന്ന് പറയുന്ന സോങ് ആണ്.
എൻ്റെ ഹൃദയം നിറഞ്ഞു. താങ്ക് യു. സാറിന്റെ മുമ്പിൽ പാടാൻ പറ്റിയ സാർ അതിന് ഏറ്റവും നല്ല കമന്റ്സ് പറയാ. അതൊക്കെ ആണ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പാട്ട്. എങ്ങനെ പഠിക്കണം, എങ്ങനെ കേൾക്കണം, പ്രിയപ്പെട്ട ഗ്രൂമേഴ്സ് അവരൊക്കെ എത്ര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പഠിപ്പിച്ചു തന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഏറ്റവും പില്ലർ ഓഫ് സപ്പോർട്ടായിട്ട് നിന്ന എൻ്റെ ഫാമിലി, പിന്നെ എൻ്റെ സ്കൂള് SNHSS ഒക്കെ എല്ലാ സപ്പോർട്ടും തന്നിരുന്നവര്, അവർക്കൊക്കെ നിങ്ങളെല്ലാവരെയും ഭയങ്കര 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 ഇഷ്ടമാണ്. ഈ നിമിഷം വരെ അവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക് യു. പാർവതി. എനിക്കും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. എല്ലാവരോടും നന്ദി. ആദ്യമായിട്ട് ജഡ്ജസിനോടും, പിന്നെ ഗ്രൂമേഴ്സ്, പിന്നെ ഓർക്കസ്ട്ര ടീം, പിന്നെ രജീഷ് സാറ്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും, പിന്നെ നമ്മുടെ ഡെയിൻ മീനാക്ഷി, പിന്നെ കണ്ടസ്റ്റൻസ്, അവർ ഭയങ്കര ക്ലോസ് ആയിപ്പോയി. അപ്പോൾ ഈ കൂട്ട് എന്നും നിലനിൽക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, എന്നും ഉണ്ടാവണം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാമിലി, അവർക്കൊക്കെ ഒത്തിരി നന്ദി. പിന്നെ എൻ്റെ ഒരു സപ്പോർട്ടറുണ്ട്, അശ്വതി ഭരതക്ഷേത്ര എന്നാ പേര്. എൻ്റെ മോളുടെ ഡാൻസ് ടീച്ചറാണ്. ഞാൻ സെമിയൊന്നും എത്തുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചത് വന്ന ആളല്ല. കാരണം ഒരു പോയിന്റിൽ മ്യൂസിക് കയ്യിൽ നിന്ന് പോയതായിരുന്നു. അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയത് ഈ വേദിയിലൂടെ. അതാണ് ഏറ്റവും വലിയ വിജയം. നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് മ്യൂസിക്കിനോടുള്ള ഇഷ്ടം ഞാൻ തിരിച്ചറിഞ്ഞത് ഈ വേദിയിലാണ്. സോ ഇനി ഉറപ്പായിട്ടും കണ്ടിന്യൂ ചെയ്യും. കുറേ ടിപ്സൊക്കെ പഠിച്ചു, അതെല്ലാം ക്ലാരിഫൈ ചെയ്ത് കണ്ടിന്യൂ ചെയ്യും. താങ്ക് യു പാർവതി. അജന്യ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫ്ലവേഴ്സ്, റജി സർ, മ്യൂസിക്കൽ വൈഫ്, എൻറ്റയർ ടീം, ജഡ്ജസ്, ഗ്രൂമേഴ്സ്, എല്ലാവരോടും ഭയങ്കര താങ്ക്സ് ഉണ്ട്. കാരണം എനിക്ക് ജനിച്ച മുതലേ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇത്രയും ഇഷ്ടമുള്ള കാര്യത്തിന് വേറെ ഒന്നുമില്ല, അങ്ങനെയുള്ളൊരു കാര്യത്തിൽ. പക്ഷെ ഞാൻ ഇത്രയായിട്ടും ഒരു വലിയൊരു ഷോയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എൻ്റെ ലൈഫിൽ ഞാൻ ഓർക്കസ്ട്ര പാടിയിട്ടുണ്ടാവും 4 or 5 സ്റ്റേജിൽ മാത്രമായിരിക്കും. ഞാൻ ഈ വേദിയിൽ വന്നിട്ട് ഇത്രയും വലിയ ഓർക്കസ്ട്ര ടീമിൻ്റെ കൂടെ ഒക്കെ പാടുന്നു, 10, 11, 12 പാട്ടൊക്കെ പാടുന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് ലോട്ടറി അടിക്കുന്നതിനും വലിയ ഇതാണ്. ഇവിടെ വന്നതിന് ശേഷമുള്ള എൻ്റെ ഈച്ച് ആൻഡ് എവറി മൊമെൻ്റ് എനിക്കൊരു വണ്ടർലാൻഡ് പോലെയായിരുന്നു. ഞാൻ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും, പഠിച്ച ഓരോ ലെസൺസും ടിപ്സും എല്ലാം. എനിക്ക് എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഞാൻ ഇറങ്ങി ലാസ്റ്റ് പെർഫോമൻസ് ഞാൻ എല്ലാവരും മാക്സിമം നന്ദിയൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു ഇതിൽ തന്നെ എനിക്ക് ഇറങ്ങി പോകാൻ പറ്റിയതിൽ വലിയൊരു സന്തോഷം. കാരണം എനിക്ക് അവരെ കൊണ്ടൊരു നല്ലൊരു വാക്ക് പറയണമെന്നുണ്ടായിരുന്നു. പാടി ഇറങ്ങി എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു. എനിക്ക് വലുതായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇതിൽ മിസ്റ്റേക്ക് ആയി ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഉള്ളിൽ ടച്ച് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും വാക്കുകൾ കിട്ടാത്തത്. അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാനൊന്നും അറിയില്ല, അത് വേറെ കാര്യം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ. മാർക്സ് നമ്മളിപ്പോ പറയാം. ചേച്ചി മാർക്സ് പറഞ്ഞോളൂ ചേച്ചി. ദിവ്യക്ക് 282 മാർക്ക്. അതുപോലെ അർഷിതയ്ക്ക് 283, പ്രവീണയ്ക്ക് 283, പാർവതി 283, അജന്യ 283.5. നമുക്ക് ഇനി ഈ പറയുന്നത് സർ പറഞ്ഞ 10 എന്നുള്ളൊരു സംഭവത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ 5 പേരും ഇവിടെ ഇപ്പോ അറ്റ് പ്രസന്റ് സീറ്റ് ഇല്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്, അതല്ലേ? അതെ. ഇതിൽ നിന്ന് ഔട്ടാകുന്നത് കുറച്ചധികം ആൾക്കാരാണ്. ഇതിൽ നിന്ന് ഇന്നാകുന്നത് ഒരാൾ മാത്രമാണ്. ബാക്കി 4 പേര് നമ്മളെ വിട്ടു പോവാണ്. And that one person is അജന്യാണ് ഇന്ന്. Thank you so much. Purely based on marks 283.5 എന്നുള്ളൊരു 0.5 മാർജിനിൽ അജന്യ ഇന്നാണ്. ഘനശ്യാമ മോഹനകൃഷ്ണ മോഹനകൃഷ്ണയാണ് ഇന്ന് രക്ഷിച്ചത്. 10 എന്നുള്ളത് ഞങ്ങൾ 11 ബിക്കോസ്
നമുക്കൊരു എക്സ്ട്രാ ആളെയും കൂടെ നമ്മൾ കയറ്റി ഇന്ന് അല്ലേ? ആര്യനെയും കൂടെ കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും 10:11 അപ്പൊ വെൽക്കം ബാക്ക് ടു ദ ഫാമിലി. താങ്ക് യു ചേച്ചി. ഹാപ്പിയാണോ? ഒന്നും പറയാനില്ല. ഒന്നും ഇനിയിപ്പോ പറയാൻ അറിയില്ലെന്ന് പറഞ്ഞില്ല. പോയിട്ടിരുന്നു. ഒന്നും പറയണ്ട. അപ്പൊ 4 പേരും ഇവിടുന്ന് ആ വാക്ക് ഞാൻ ഉപയോഗിക്കില്ല. ഞാൻ ഇതിനു മുമ്പ് പറയാറുണ്ട്, യു ആർ പ്രൊമോട്ടഡ് ഫോർ എ ബെറ്റർ മ്യൂസിക്കൽ ലൈഫ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് പഠിച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾ മ്യൂസിക്കാണ് നിങ്ങളുടെ മെയിൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവനവൻ്റെ കഴിവ് തിരിച്ചറിയാനായിട്ട് വളരെ വൈകിപ്പോകുന്നുണ്ട്. വൈകിയിട്ടില്ല. നിങ്ങളൊക്കെ ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ല, ഒക്കെ ചെറുപ്പക്കാരാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ശോഭനമായ ഒരു നല്ല സംഗീത ആത്മകമായ ഭാവിയുണ്ട്. എനി ടൈം. ഇനിയും കോറസ് ഒക്കെ പാടണമെങ്കിൽ വരാട്ടോ. അല്ല, ഇവര് ഇവിടുന്ന് ഫിനാലെ ആണല്ലോ. എന്തായാലും ഇവരിവിടെ വേണ്ടി വരും നമുക്ക്. അതാണ് വലിയ വിഷമൊന്നും ഇല്ല. നിങ്ങളിപ്പോ ഈ വേദിയിൽ നിന്ന് എവിടെ പോകുന്നു? ഈ റിയാലിറ്റി ഷോയില് ഒരാള് എലിമിനേറ്റഡ് ആയിട്ട് ഫീൽ അതാണ് ഞാൻ പറയാൻ വന്നത്. ചേച്ചി നമ്മ എല്ലാം ഒരേ മാതിരി என்ன இது என்னப்பா இது இப்படியே நாங்க ஒரே மாதிரி திங்க் பண்ணிட்டோம். ആരും പോയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ. അപ്പൊ ഇതിൽ അങ്ങനെ ഒരു വലിയ എലിമിനേഷൻ, ഒരു ഭയങ്കര സങ്കടമൊന്നും ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഇത് എന്റെ വരെ നമ്മളൊക്കെ ഒരു ഫാമിലി ആയിരിക്കും. എല്ലാവർക്കും ഇനിയും പാട്ട് പാടാനുള്ള അവസരങ്ങൾ ഉണ്ടാവും എന്റെ മനസ്സ് പറയുന്നു. ചേച്ചി പറയുന്ന ഒരു കാര്യം വളരെ കറക്റ്റ് ആണ്. ദിസ് ഇസ് എ റിയാലിറ്റി ഷോ ആൻഡ് ദിസ് ഇസ് ദ റിയാലിറ്റി. ഇതാണ് അതിന്റെ റിയാലിറ്റി. ഒരാൾക്ക് എന്തായാലും സമ്മാനം കൊടുക്കേണ്ടി വരും. ഈ നമ്മുടെ ഈ കുട്ടികളെല്ലാരും എത്ര സ്നേഹമാണ്. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു അന്യോന്യമായിട്ട് ഒരാൾക്ക് മാർക്ക് കിട്ടി സന്തോഷിക്കും. ഞാൻ എത്രയോ റിയാലിറ്റി ഷോസ് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ല. അപ്പൊ എന്തായാലും 4 പേർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. സാറ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പ്രൊമോട്ടഡ് ആവാണ്, പക്ഷെ നമ്മൾ കോമ്പറ്റീഷനിൽ നിന്ന് മാറി നിൽക്കുന്നു. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ വീക്കിന് സമ്മാനം കൊടുക്കാനുള്ള സമയമായിരിക്കും. അതെ, ഈ വീക്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത ഒരാൾ ആരാണ്? നിസരി. ലോയേസ് നൽകുന്ന സമ്മാനം. ഓൾ ദി ബെസ്റ്റ്. പ്രേക്ഷകരെ, നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ മ്യൂസിക്കൽ വൈഫ് ദ ഗ്രാൻഡ് ഫിനാലയിലോട്ട് കടക്കുകയാണ്. 11 മ്യൂസിക്കൽ വൈഫ്സും ആയിട്ടാണ് നമ്മൾ ഗ്രാൻഡ് ഫിനാലയിലോട്ട് കടക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. This is Fera Foods presents Regal Jewellers Musical Wife, special partner Loveways Innerwear powered by MyG Future. Bye. Good night.